സോ ഹേ ഗൈസ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ പോഡ്കാസ്റ്റ്. നമ്മൾ കുറേ നാളുകളായിട്ട് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സമയം കിട്ടാതെ അവസാനം നമ്മൾ ആ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഓരോ ആളുകൾക്കും ഓരോരോ കഥകൾ പറയാനുണ്ടാവും അല്ലേ? അപ്പം നമ്മളുടെ മേഖലയെന്ന് പറയുന്നത് കൂടുതലും ട്രക്ക്, ബസ് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൽ തന്നെ ഒത്തിരി കഥകൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ ഈ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എൻ്റെ ഗസ്റ്റായിട്ട് കൊണ്ടുവരണമെന്ന് കരുതിയത് നമ്മുടെ കുറേ അധികം വീഡിയോസിലും കണ്ടിട്ടുള്ള നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. വെൽക്കം ക്ലൈവ് ബ്രോ. താങ്ക് യു സോ മച്ച്. നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. ശരിക്കും ക്ലൈവേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ട്രക്ക് ബോഡി ബിൽഡിങ്ങിൻ്റെ വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് തൊട്ടുള്ള ബന്ധമാണ് ക്ലൈവേറ്റിനായിട്ട്. അന്ന് ജോസ്കോ ഓട്ടോമോട്ടീവ്സ് ആയിരുന്നു നമ്മൾ ശരിക്കും. അതായത് ഈ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എങ്ങനെ വണ്ടിയെ ബിൽഡ് ചെയ്യാം, പ്രത്യേകിച്ച് ട്രക്കിൻ്റെ ബോഡി അവിടെ ചെയ്യുന്നതിനൊരു ലിമിറ്റേഷൻസ് ഇല്ല. ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം അവിടെ വന്നിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഉണ്ടാക്കി കൊടുക്കും. ഡയലോഗ് അതായിരുന്നു നമ്മുടെ ജോസ്കോ എന്ന് പറയുന്നത്. അപ്പം ക്ലൈവേട്ട, വെൽക്കം ബാക്ക് നമ്മളുടെ ഒരു പോഡ്കാസ്റ്റിലേക്ക്. അപ്പം ഞാൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചാണ് ഫസ്റ്റ് നമ്മളുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ക്ലൈവേട്ടനായിരിക്കും. എന്ന് വെച്ചാൽ ഒത്തിരി പേര് അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോസിനകത്തൊക്കെ കമൻറ്റ് ചെയ്യുമായിരുന്നു ക്ലൈവേറിൻ്റെ കൂടെയുള്ള വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞ വിഷ്ണു ഇപ്പോഴും അതിന് റീച്ച് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ എക്സ്പോർട്ട് ഓർഡർ ചെയ്തത് ആ വീഡിയോ കണ്ടതിന്റെ ബേസിൽ അബുദാബിയിൽ നിന്ന് നമുക്കൊരു കോൾ വന്നു. ഫുഡ് ട്രക്ക് അങ്ങോട്ടേക്ക് ചെയ്തത് സത്യം പറഞ്ഞ ആ വീഡിയോന്റെ ബേസിൽ. അപ്പം ഞാനാ താങ്ക് യു പറയണ്ടേ. ഓക്കെ. അപ്പം ക്ലൈവേട്ട, അന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രക്കുമായിട്ട് നമ്മളുടെ ഈ ഒരു ബോഡി ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ഇന്ന് കുറച്ചുകൂടെ നമുക്കൊരു പേഴ്സണലി ഇന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ ബിസിനസ്സും അത് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പം എവിടെ നിന്നായിരുന്നു ഈ സ്റ്റാർട്ടിങ്, ആ ഒരു ജേണിയെക്കുറിച്ച് പറ. സ്റ്റാർട്ടിങ് ശരിക്ക് ഫാദർ തന്നെയാണ്. പപ്പ വിഷ്ണു അറിയാമായിരിക്കും. പപ്പ ശരിക്കും ഒരു ഡ്രൈവറായിട്ടാണ് തുടങ്ങുന്നത്. ഐലൻഡിലൊരു ഡ്രൈവറായിട്ടാണ് തുടങ്ങുന്നത്. പുള്ളിയുടെ ഒരാളുടെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത്. ആക്ച്വലി ഹി വർക്ക്ഡ് റിയലി ഹാർഡ്. ഒരു വണ്ടിയിൽ നിന്ന് തുടങ്ങി അവിടുന്ന് 10-30 വണ്ടിയിലേക്ക് എത്തിച്ചു. എന്നെയും എൻ്റെ അനിയനെയും ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ലോണം എഡ്യൂക്കേഷൻ തന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണല്ലോ. പുള്ളി അത്രയൊക്കെ ചെയ്യുമ്പം നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണ്ടേ. അപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റിൻ്റെ അതെല്ലാം കഴിഞ്ഞ് പപ്പയും മമ്മിയോട് ഒറ്റയ്ക്കാ. അപ്പം മമ്മിയെ വിളിച്ച് പറയുന്നത് പപ്പയോട് ഒറ്റയ്ക്കാ, എല്ലാം പുള്ളി ഒറ്റയ്ക്കാ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തിരിച്ചു പോയോ? അപ്പോൾ പുള്ളിക്കൊരു സപ്പോർട്ടാവും. വി ആർ മോർ ദാൻ ഹാപ്പി ടു ഡു ദാറ്റ്. തിരിച്ചു വന്ന ഉടനെ തന്നെ പുള്ളി എന്നെ കൊണ്ടൊരു പെണ്ണ് കിട്ടിച്ചു. അപ്പോൾ ഇവിടെ പെട്ടില്ല, ഒക്കെ പിള്ളേക്കോട്ട് പോകാൻ പറ്റില്ലല്ലോ. പുള്ളി പെണ്ണ് കിട്ടിച്ചു. പിന്നെ പപ്പയിലൂടെ കയറി. പപ്പയിലൂടെ നിന്ന് പയ്യെ വർക്കുകളെല്ലാം കണ്ടുപഠിച്ചു. പപ്പയ്ക്ക് ഉണ്ടായിരുന്ന ഒരു നിർബന്ധം അവിടുന്ന് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു ഡ്രൈവറിൻ്റെ അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മളൊരു വണ്ടി കൊടുക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്ക് അതുകൊണ്ട് ഉറപ്പായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പം പുള്ളിയുടെ ഏറ്റവും എന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആദ്യമേ പറഞ്ഞ കാര്യം, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും ആലോചിക്കേണ്ട. ലാഭം തന്നെ വന്നോളൂ. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുത്താൽ ലാഭം തന്നെ വന്നോളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ജോസങ്ങളുമായിട്ട് നമ്മളൊരു വലിയ നീളൊരു 1.25 മണിക്കൂറുള്ള വലിയൊരു വീഡിയോ നമ്മളുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട്. അന്നോ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചിരിക്കുമ്പം എനിക്ക് തോന്നുന്നു വേറെ ലെവൽ വൈബാണ്. വേറെ ലെവൽ വെച്ചാൽ ഒരു പ്രത്യേക ഓറയാണ് പുള്ളിയായിട്ട് സംസാരിച്ചിരിക്കുമ്പോഴത്തേന്. അത് ആ ഒരു മോഡുലേഷനും പുള്ളി പറയുന്ന കാര്യങ്ങളും, അത് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടാ ഞെട്ടിപ്പോകുന്ന സാധനങ്ങളൊക്കെ. ഇപ്പോഴും എനിക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ എനിക്കിപ്പോഴുള്ള ധൈര്യം ഫോൺ എടുത്ത് പപ്പനെ വിളിച്ച് ചോദിക്കാം എന്നുള്ളൊരു ധൈര്യം ആളവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഇപ്പോഴും രാവിലെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ കാണും, ഉറപ്പായിട്ട് ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ കാണുക. അപ്പം അത് നമുക്ക് ഭയങ്കര ധൈര്യം തന്നെയാണ് പുള്ളിയുള്ളത്. അപ്പം പുള്ളി മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ട്രെയിലർ മാനുഫാക്ചറിങ് ആയിരുന്നു. കേരളത്തിൽ ആദ്യം ഒരു ട്രെയിലർ മാനുഫാക്ചറിങ് യൂണിറ്റ് പുള്ളി സ്റ്റാർട്ട് ചെയ്തു, ജോസ്കോ ഓട്ടോമൊബൈൽസ്. അതെ. അപ്പം അതിനകത്തുനിന്ന് പക്ഷേ പുള്ളിക്ക് ട്രാൻസ്പോർട്ടേഷനാണ് ഇന്നും കൂടുതൽ താല്പര്യം, ട്രാൻസ്പോർട്ടേഷൻ. മനസ്സിലായി. ഈ ക്ലൈവേട്ടൻ ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്ത് കുറച്ചൊരു ഫോട്ടോഗ്രാഫിയുടെ പുറകെ പോയി, അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയാണ് ഈ പൈലറ്റിലേക്ക് വന്നെത്തിയത്? സത്യം പറഞ്ഞാൽ പണ്ട് മുതലേ, ചെറുപ്പം മുതലേ പറക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പ്ലെയിനിലല്ല, നമ്മൾ പണ്ട് ശക്തിവൻ ഓർമ്മയില്ല, ആ സമയം മുതലേ പറക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം നമുക്ക് പറക്കാൻ ചിറക് ദൈവം തന്നില്ലല്ലോ. അപ്പം പ്ലെയിനിൽ കയറിയേ പറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു ആക്ച്വലി ആഗ്രഹം. പക്ഷെ മമ്മിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അത്ര ബുദ്ധിയില്ലാത്തതുകൊണ്ട് എൻ്റെ എഴുതി കിട്ടിയതുമില്ല. അപ്പം കൊമേഴ്ഷ്യൽ പൈലറ്റ് ആവാം എന്നുള്ളൊരു പ്ലാനിലേക്ക് മാറി. അത് ന്യൂസിലൻഡിൽ പോയി പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ചെയ്തു.
പക്ഷെ ഞാനത് ഫ്ലൈറ്റ് സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈറ്റ് സ്കൂളിൽ ഷട്ട് ഡൗൺ ആയിപ്പോയി. ഓ. അപ്പം അന്ന് പപ്പ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഭയങ്കര സങ്കടമായിരുന്നു. കാരണം നമ്മൾ ഇത്ര ആഗ്രഹിച്ച് പ്ലെയിനൊക്കെ പറത്തി തുടങ്ങിയ ഒരു സമയം ഷട്ട് ഡൗൺ ആയി. പപ്പനെ ഞാൻ വിളിച്ചു പറഞ്ഞു, പപ്പ പറഞ്ഞാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അന്ന് ഷട്ട് ഡൗൺ ആയതുകൊണ്ട് എനിക്ക് US പോകാൻ പറ്റി. വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് എനിക്ക് എൻ്റെ കോഴ്സ് പറ്റി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തിനെ എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ്. അപ്പം അതെല്ലാം തീർത്ത് സിറ്റിലിങ്ക് എയർലൈൻസ് എന്ന് പറഞ്ഞ എയർലൈൻസിൽ എനിക്ക് ജോലിയായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമായി. നമ്മൾ ഇന്ത്യക്കാർ പൈലറ്റാണ്, ഇന്തോനേഷ്യയിൽ മുഴുവനെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ പയ്യെ ഒരു റെസ്റ്റ് എടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് പപ്പ വിളിച്ച് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്. പിന്നെ ബിസിനസ്സിനോട് പണ്ട് മുതലേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പപ്പയുടെ ആ ഒരു ഇൻസ്പിറേഷൻ കാണുമ്പോൾ നമുക്കും ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പയ്യെ ബിസിനസ് എന്താണെന്നുള്ള അറിയാം. അപ്പോൾ ബിസിനസ്സിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ഹാവ് ടു ഹാവ് സെയിൽസ് ഫസ്റ്റ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ദുബായിലേക്ക് പോയി കുറച്ച് നാൾ 2 വർഷത്തോളം ദുബായിൽ വർക്ക് ചെയ്തു. അവിടെ മിലിറ്ററി റേഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ ആയി. അറബിയുടെ ആട്ടുംതുപ്പൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ തിരിച്ച് പയ്യെ ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ പപ്പയിലൂടെ ജോയിൻ ചെയ്തു. ഫോട്ടോഗ്രാഫി പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയായിട്ട് കഠിന പ്രേമമായിരുന്നു. അപ്പം ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആവാന്നൊക്കെ പറഞ്ഞു പോയതാ. അന്ന് പക്ഷെ ഭയങ്കര പ്രായം കുറവാ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതോടെ പ്രേമം പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു, തിരിച്ച് വീണ്ടും പൈലറ്റ് അങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഇതിനിടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഇതുള്ളവരെ എനിക്കറിയത്തില്ലായിരുന്നു. ഇതിനിടയ്ക്ക് ദുബായി പോയി അവിടെ ഒരു ജോലി എന്നുള്ള രീതിയിൽ ശരിക്കും ഇപ്പം ഉദാഹരണം പറയുക, നമ്മുടെ ഇപ്പം നാട്ടിൽ നോക്കുവാണെങ്കിൽ ഇപ്പം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മക്കള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു, അവർ പെട്ടെന്ന് തന്നെ ഫാമിലിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഇങ്ങനൊരു ഗ്യാപ്പ് വന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടോ പേഴ്സണലി ചിന്തിക്കുമ്പോൾ? ഉറപ്പായിട്ടും, പിന്നെ 110%. അപ്പം നമുക്ക് അവിടെ പോയി നമ്മളുടെ സ്വന്തം ബിസിനസ്സിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ഭയങ്കര കുറവായിരിക്കും, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഞാനിതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ വേറൊരാളുടെ ഇടയിൽ വർക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിന്റെ ഒരു ഫീലും കാര്യങ്ങളെല്ലാം കിട്ടി തിരിച്ചു വന്നതിന് ശേഷവും ഇവിടെ CEO ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ 90% 99% തെറ്റായിരുന്നു. പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതായത് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ആക്ച്വലി അത് റൈറ്റ് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ. അപ്പം അത് വന്ന് കൊണ്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഒരു ചെറിയൊരു എക്സ്പോഷർ വേറൊരു കമ്പനിയിൽ വേറൊരാളുടെ കീഴിൽ നമ്മുടെ ഫാദർ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചെറിയൊരു സോഫ്റ്റ് കോളർ കിട്ടും. നേരെ മറിച്ച് വേറൊരാളുടെ കീഴിലാണെങ്കിൽ പുള്ളി അതൊന്നും നോക്കത്തൊന്നുമില്ല. അതൊരു വലിയ കാര്യം തന്നെ. നമുക്കൊരു പുറത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും, ഒരു എക്സ്പോഷർ കിട്ടുക. അത് വന്നതിന് ശേഷം ഒരു ടീം വർക്ക്, അല്ലാന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു കമ്പനി എങ്ങനെ ഓടിക്കണം, എല്ലാവർക്കും പല പല രീതികളുണ്ടാവും. അപ്പോൾ ഓടിക്കുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ. അപ്പോൾ നമുക്ക് എത്രയും കൂടുതൽ എക്സ്പോഷറും എക്സ്പീരിയൻസും എടുക്കാൻ പറ്റുന്നോ ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ് us more. കൂടുതൽ നമുക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഈ ഇതിലേക്കുള്ളൊരു എൻട്രി നമ്മുടെ ജോസ്കോ ഓട്ടോമോട്ടീവ് അതിലേക്കുള്ളൊരു എൻട്രി ഓട്ടോഗ്രാഫി അതിലേക്ക് കയറുന്ന സമയത്ത് പ്രധാനമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും വലുത് ടീം മാനേജ്മെന്റ് തന്നെയായിരുന്നു. എങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക. അതായത് പപ്പയുടെ ഒരു സെറ്റ് ഓഫ് ടീം ഉണ്ടായിരുന്നു. പപ്പ തുടങ്ങിയ കാലം മുതലേ പപ്പയുടെ കൂടെയുള്ള ആൾക്കാരായിരുന്നു. അപ്പം അവരുടെ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്നുണ്ടായിരുന്ന ഒരു GM പുള്ളി നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ വന്നൊരു കാര്യം ചോദിച്ചു, പുള്ളി പറഞ്ഞു ഞങ്ങളത് ഇവിടെ ചെയ്യില്ല, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം അവരതിനകത്ത് സ്റ്റക്ക. അപ്പൊ അതൊന്ന് മാറ്റിയെടുത്ത് പുതിയൊരു ടീമിനെ, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ചടങ്ങായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തോളം എടുത്ത് അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത് ടീം വന്ന് പോയി അന്ന് റീസൈക്കിൾ ചെയ്ത് വന്ന് നമുക്ക് പറ്റിയ ആൾക്കാരായി, നമ്മൾ കാണുന്ന സെയിം എൻവിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആൾക്കാരായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് വളരത്തില്ല. ശരി. പ്രത്യേകിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഏരിയ, അത് ഒരു സൈഡിൽ കൂടെ പറയുകയാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഏരിയ തന്നെയാണ്. അപ്പൊ അത്രയും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് മാറും. ശരിക്കും പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് കയറുന്ന നമ്മുടെ ഒരു ട്രക്ക് ബോഡി ബിൽഡിംഗ് എന്നുള്ളൊരു മേഖല, നമുക്ക് അതിലേക്ക് ഒന്ന് പതുക്കെ കയറാം. ശരിക്കും ആക്ച്വലി ഞാൻ ആദ്യം നമ്മൾ അവിടെ ഒരു വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് അന്ന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള അവിടുത്തെ ആളെന്ന് പറയുന്നത് നമ്മുടെ
ആ ചേട്ടനായിരുന്നു, ആളുടെ പേരെന്താ? നിമേഷാണ്. അതന്നെ, അയ്യോ, അത് പുള്ളി അറിഞ്ഞ സീന്, പേര് മറന്നു എന്ന്. ഇത് കട്ട് ചെയ്ത് കളിച്ചത്. അയ്യോ അയ്യോ ശരിക്കും. അപ്പൊ നിമേഷ് ചേട്ടനാണ്, നിമേഷ് ചേട്ടൻ ഭയങ്കര അഗ്രസീവാണ് ആക്ച്വലി. നമ്മളൊരു ഏത് ചെറിയ കാര്യമാണെങ്കിലും പുള്ളിക്കാരൻ നമുക്ക് ചെയ്ത് കിട്ടും എന്നുള്ളൊരു ഭയങ്കര വലിയൊരു കാര്യം നമുക്ക് ഉണ്ടായിരുന്നു അവിടെ നിമേഷേൻ്റെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നോക്കിയിരുന്ന പോയിന്റ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഇവർ വന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മളുടെ അവിടെ ഇപ്പോൾ ഒരാൾ വന്ന് ജോലി ചെയ്യുന്നു, ഇപ്പം ഈ ജോലി ചെയ്യുന്ന സമയത്ത് ഇവരെ എങ്ങനെ വാച്ച് ചെയ്താണ് അവരെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്? ഇതിൽ ശരിക്കും പറഞ്ഞ വിഷ്ണു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ അറിവും കഴിവും ഉള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഞാനില്ലേ തീർന്നു പോകും. നമ്മളെക്കാൾ അറിവും നമ്മളെക്കാൾ കഴിവും നമ്മളെ ഉപദേശിക്കാനും നമുക്ക് പറഞ്ഞു തരാനും കഴിവുള്ള ഒരാളാണെങ്കിൽ അവിടെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായി. മനസ്സിലായി. കാരണം നമുക്കെല്ലാം അറിയില്ല, വേറെ ഉത്തരവില്ല അതിന്, വേറെ ഉത്തരവില്ല, മുന്നോട്ട് പോകണ്ട. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഉറപ്പായിട്ടും. അതെ. അപ്പം പുള്ളിനെ പോലെ ഒരാളെ എല്ലാ ബിസിനസ്സുകളിലും എനിക്കിപ്പോൾ മൊത്തത്തിൽ 3 ബിസിനസ് നമ്മൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും നിമേഷ്, അല്ലാന്നുണ്ടെങ്കിൽ ലബി, അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ കാണുന്ന, നേരത്തെ പറഞ്ഞ ആ വിഷൻ കാണുന്ന, നമുക്കറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനും നമ്മളെക്കാൾ ഒരുപടി മേളിൽ ചിന്തിക്കാനും പറ്റുന്ന ആൾക്കാർ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഉറപ്പായിട്ടും. ഓക്കെ. ബോഡി ബിൽഡിംഗ് മേഖലയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേന് പ്രധാനമായിട്ടും ഇപ്പം നമുക്കിപ്പോൾ അച്ഛനാണെങ്കിൽ കുറേ ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രക്കിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു, ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ് ഈ ബോഡി ബിൽഡിംഗ് തന്നെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് കയറിയത്? പപ്പയാണോ ഞാനോ? അതിനകത്ത് പെട്ടുപോയതാണല്ലോ. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നല്ലോ. ആക്ച്വലി എഞ്ചിനീയറിംഗ് പണ്ട് താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ. അതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളെ സാഹചര്യങ്ങളാണല്ലോ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക്, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ, ഐ തിങ്ക് ഇറ്റ്സ് കറക്റ്റ്, റൈറ്റ്? അപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറെ നിവൃത്തിയില്ല, ഇന്നോവേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ എന്തോ പപ്പയുടെ ആ ഒരു കഴിവ് കുറച്ചെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഇപ്പോൾ ഇതുപോലെ ടീമും, അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്നോവേറ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഓഫ്കോഴ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അതിനകത്തായി. മുമ്പോട്ട് പോകാൻ നമുക്ക് ഏറ്റവും നല്ലൊരു മേഖല അത് തന്നെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഏകദേശം 1-2 വർഷം എടുത്തു. പല പ്രാവശ്യം ആലോചിച്ചിട്ടുള്ള ഇട്ടിട്ട് പോയാലോ എന്ന്. കാരണം നല്ല പ്രഷറായിരുന്നു, നല്ല സ്ട്രെസ്. കാരണം നമ്മൾ പുതിയതായിട്ട് വന്നു, പപ്പ ട്രെയിലർ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ വേണ്ടി ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിരുന്നത് കംപ്ലീറ്റ്ലി പൊളിഞ്ഞു പോയായിരുന്നു. ആ കസ്റ്റമറിന്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രം കയറി വന്നതാണ്. അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റണം. പിന്നെ കേരളത്തിൽ പൊതുവെ കാണാത്തൊരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വളരണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട്, നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇതൊരു സപ്പോർട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും അവൻ വളരണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ നമ്മളിപ്പം ട്രെയിലർ മാനുഫാക്ചറിങ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആദ്യ സമയത്ത് അതായിരുന്നത് കഴിഞ്ഞാൽ ട്രക്ക് ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നത്. ഇപ്പം ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാരിയോസ് നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ട്രക്ക് ബോഡി ബിൽഡിംഗ് ബിസിനസ്, അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലർ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ? ഞാൻ തുടങ്ങുന്നതിന് മുന്നോട് പറഞ്ഞത് ജോസ്കോ ഓട്ടോമൊബൈൽസ് നമ്മൾ ആക്ച്വലി നമ്മൾ ഷ്വയർ ഓട്ടോക്രാഫ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഫാദർ പപ്പ റിട്ടയർ ആയി. സത്യം പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു പുള്ളി. അപ്പം ഇനി സമാധാനമായിട്ടിരിക്കട്ടെ. അപ്പം നമ്മളൊരു നോർമൽ ബോഡി ബിൽഡിംഗ് മാത്രം വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ മാർക്കറ്റ് അത്ര ഫേവറബിൾ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ BJP വന്നു കഴിഞ്ഞപ്പം എനിക്ക് ശരിക്കും പറഞ്ഞൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു ചേഞ്ച് ആവും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം GST, ഡിമോണിറ്റൈസേഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അവർ കൊണ്ടുവന്നു. ആക്ച്വലി ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പം കുറെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒന്നൊരു ബെനിഫിറ്റ് നമുക്ക് മാർക്കറ്റിലേക്ക് കണ്ടു തുടങ്ങിയിട്ടില്ല. മാർക്കറ്റ് ഇസ് നോട്ട് പെർഫോമിംഗ് ദാറ്റ് വെൽ. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി, 2 പ്രൈസിങ്, 3 ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് പല പല സെഗ്മെന്റുകളിലേക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഇൻക്രീസ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ ഹൈഡ്രോളിക്കലി ന്യൂമാറ്റിക്കലി പവേർഡ് ആയിട്ടുള്ള വണ്ടികൾ ചെയ്യുന്നുണ്ട്. ഒരു കസ്റ്റമർ ഇപ്പോൾ മുത്തൂറ്റാണ് നമ്മളടുത്ത് ആദ്യമായിട്ട് വന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റ് താല്പര്യമുണ്ട്, നമ്മുടെ ബൈക്ക് കയറ്റാൻ വേണ്ടി. അതെ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പം അതുപോലെ ഇന്നോവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും. ഇപ്പം ഒരു ചെറിയ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ എൻ്റെ ഒരു പാർട്ട്ണറുണ്ട് വേറൊരു കമ്പനിയിൽ, ജയ്ജൻ, അവനുമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവൻ പറയുമായിരുന്നു ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം ഇസ് അണ്ടർ ഇമെൻഡസ് സ്ട്രെസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വന്നു കഴിഞ്ഞപ്പം 5 മിനിറ്റിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റും ഇൻക്ലൂഡിങ് TV നമുക്ക് അവൈലബിൾ ആണ്. വൈ വുഡ് യു ഗോ ടു ആമസോൺ? സോ ഒരു ബിസിനസ് മുമ്പോട്ട് പോകണം. ഇപ്പോൾ ട്രക്ക് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും
കണ്ടിന്യൂസ് ഇന്നോവേഷൻ, അതിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആ ഒരു സെയിം പ്രൊഡക്റ്റ് വെച്ച് തന്നെ ബിൽഡ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ അത് തന്നെ മാർക്കറ്റിൽ വിറ്റ് പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സോ കീപ് ഇന്നോവേറ്റിംഗ്, ദാറ്റ് ഈസ് ദി ഓൺലി വേ ടു സർവൈവ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പം നമ്മൾ ആദ്യ സമയത്ത് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പം ബോഡി കെട്ടി, അതായത് ക്യാബിൻ ഉൾപ്പെടെ കെട്ടി വന്ന വണ്ടികളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പുതിയ നോംസ് വന്നതിന് ശേഷം അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ബാക്ക് ബോഡി കിട്ടുന്നതിലേക്ക് വന്നു. ശരിക്കും അത് ഉപകാരമായിരുന്നോ? എനിക്ക് ശരിക്കും അത് ഉപകാരമായിരുന്നു. ചില ആൾക്കാർക്ക് അത് വലിയൊരു പണിയായിരുന്നു. കാരണം ബോഡി കെട്ടി ക്യാബിൻ കെട്ടി ജീവിക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ട്രോങ് ഏരിയ അതല്ലായിരുന്നു. ബാക്ക് ബോഡി ബിൽഡ് ചെയ്യുന്നതായിരുന്നു എൻ്റെ സ്ട്രോങ് ഏരിയ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരം. അതെ. പൊതുവെ കർത്താവ് നമുക്ക് അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഭയങ്കര വലിയ ഉപകാരമായിരുന്നു സത്യം പറഞ്ഞു. മനസ്സിലായി. അതേപോലെ ARI അല്ലെങ്കിൽ ഐക്യാറ്റ് മാൻഡേറ്ററി ആക്കിയതും ഒരു വലിയ ഉപകാരം തന്നെയാണ്. GST വന്നത് ഒരു വലിയ ഉപകാരം. അപ്പം മാർക്കറ്റിൽ ഞാൻ പറഞ്ഞത്, ഇപ്പം നമുക്ക് ഏകദേശം ഒരു 10-70ഓളം പ്ലേയേഴ്സ് ഉണ്ട് ചെറിയതായിട്ട് ബോഡി ബിൽഡ് ചെയ്തൊക്കെ പോകുന്നത്. കേരളത്തിൽ മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ. പക്ഷേ ഈ ഒരു റൂള് വന്നപ്പം നമുക്ക് കുറെ കൂടെ സ്ട്രീം ലൈൻഡ് ആയി. നമുക്ക് കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കുറഞ്ഞു. കാരണം നമ്മൾ കുറെ ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ഇന്നോവേറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പൈസ മുടക്കണമല്ലോ. അപ്പൊ അതിനുള്ള റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് ആ ഒരു വില ഉണ്ടാവണം. കാരണം നമ്മളൊരു സെഗ്മെന്റിൽ ഓരോ മാനേജേഴ്സിനെ വെക്കുവാണ്, നമുക്കൊരു R&D ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുവാണ്. അപ്പം നല്ല പ്രൊഡക്റ്റ് കൊടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പൈസ മുടക്കണം. അത് മാർക്കറ്റിൽ നിന്ന് നമുക്ക് അതിനുള്ളൊരു റിട്ടേൺ ബെനിഫിറ്റ് ഒന്നും കിട്ടേണ്ട വിഷ്ണു. സർവൈവ് ചെയ്യാനുള്ള ഒരു എമൗണ്ടെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഫ്രെയിംവർക്ക് മാർക്കറ്റിൽ വേണം. അത് ഈ പറയുന്ന ARI ഐക്യാറ്റ് പോലുള്ള സംഭവങ്ങൾ മാൻഡേറ്ററി ആക്കിയപ്പോൾ നമുക്ക് കിട്ടി. ഇപ്പം ആ ഒരു സമയത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മളിപ്പം ഇത് മാൻഡേറ്ററി ആക്കിയ സമയത്ത് ചെറുകിട ഒത്തിരി വ്യവസായങ്ങളെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു അല്ലേ? അപ്പം അത് കൂടാതെ ഇതിനകത്ത് തന്നെ ഇന്ത്യയിൽ ഒത്തിരി പ്രശ്നങ്ങൾ, ഈ ബോഡി ബിൽഡേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പറയേണ്ടത്, ഇപ്പം കറണ്ട് എന്താണ് അവസ്ഥ? മാർക്കറ്റിലല്ല, നമ്മുടെ ഈ ബോഡി ബിൽഡിങ്ങിൽ ഇപ്പം നമുക്ക് ഇത് മാൻഡേറ്ററി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന രീതിക്കാണോ അതോ എല്ലാവർക്കും ചെയ്യാമെന്നുള്ള രീതിയിലാണോ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില ഇതൊക്കെ കോൺട്രവേഴ്സി ആകുമോ അവസാനം? ചില രജിസ്ട്രേഷൻസിന് ചെല്ലുന്ന സമയത്ത് ആക്ച്വലി ഹൈക്കോർട്ടിൽ നിന്നൊരു റൂളിംഗ് എടുത്തായിരുന്നു. അതായത് ഇത് നിർബന്ധമാക്കിയെന്നുണ്ടെങ്കിലും കോവിഡ് അതുപോലുള്ള പല ഇതിൽ കൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇതിന് കുറച്ചൊരു എക്സ്റ്റെൻഡ് ചെയ്ത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോർട്ടിലൊരു അപ്പീൽ പോയായിരുന്നു. അപ്പോൾ അത് ഹൈക്കോടതി സമ്മതിച്ചു. നമുക്ക് ഇത്ര സമയം വരെ കൊടുത്തു. പക്ഷെ അത് ഇതുവരെ ഇംപ്ലിമെന്റഡ് ആയിട്ടില്ല. ആ സമയം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. പക്ഷെ ഇപ്പോഴും കംപ്ലീറ്റ്ലി എൻഫോഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പം ഈ നമ്മുടെ അപ്രൂവൽസ് ഉള്ള ബോഡി ബിൽഡേഴ്സ് എല്ലാം കൂടെ അന്നൊരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതിന്റെ അവസ്ഥ എന്താ ഇപ്പൊ? അതൊക്കെ എങ്ങോട്ടോ പോയി. എവിടെയാണെന്നൊരു പിടുത്തമില്ല. നമ്മൾ സത്യം പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, ക്വാളിറ്റി അത്രേ ഉള്ളൂ. അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം സൈഡിൽ കൂടെ അങ്ങ് നടന്നു. നമ്മൾ എടുത്ത് വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. കാരണം ചില സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ അവരത് ചോദിക്കും. ചില സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ നമ്മളൊരു ഡിക്ലറേഷൻ കൊടുത്ത് മാസാക്കി വിടുന്നുണ്ട്. ഞാനത് കണക്ട് ചെയ്തൊരു ചോദ്യം കൂടെ ചോദിക്കാം. അപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു വലിയൊരു സുഹൃത്ത് തന്നെ, പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമ്മൾ ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് ഓരോ വണ്ടികൾ ഇത് കൊണ്ട് കാണിച്ച് ഇതിൻ്റെ എല്ലാ അപ്രൂവൽസ് എടുത്ത് ഇതിൻ്റെ എല്ലാം ബോഡി കോഡും കാര്യങ്ങളും അതും ഇതും എല്ലാം വെച്ച് ചെയ്ത് നമ്മൾ ഇത്ര ഫണ്ട് മുടക്കി അപ്രൂവൽസ് എല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മളിത് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരാൾ 4 കമ്പിയും 2 ഷീറ്റും വെച്ചടിച്ച് ബോഡി ഇറക്കി കൊടുക്കുന്നത് ഒരു വലിയ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചിരുന്നു എന്നോട്. ഇതിന് 2 സൈഡും ഉണ്ട്. അപ്പം അവര് ചോദിക്കുന്നത് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? എന്താണ് ക്ലൈവേഡിന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ? ഞങ്ങളിനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കെപ്പോഴും, അതായത് കമ്പ്യൂട്ടർ വന്ന സമയത്ത് കമ്പ്യൂട്ടർ ഗോ ബാക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെയാണ്, ആരെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുമ്പം നമ്മൾ അതിനകത്ത് നിന്ന് മറികടക്കാൻ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ US-ലായിരുന്ന സമയത്ത് പപ്പ എന്നോട് പറഞ്ഞത്, എടാ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ടൈറ്റാ, റെസഷൻ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു, ഭയങ്കര ടൈറ്റാ. അപ്പോൾ അതിനകത്ത് നിന്ന് പപ്പ ഓവർകം ചെയ്ത് വന്നത്, പപ്പ തോറ്റു കൊടുക്കില്ല എന്ന് പപ്പയ്ക്ക് മനസ്സിലൊരു ഇതുണ്ടായിരുന്നത് കൊണ്ടാണ്. അത് തന്നെ എക്സാക്ട്ലി അതുണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ മുമ്പിൽ പല പ്രശ്നങ്ങളും വരും, നമ്മൾ തോറ്റു കൊടുക്കൂല എന്ന് നമ്മൾ ഉറപ്പിക്കുകയും, പിന്നെ പപ്പ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ആരും ഉപദ്രവിക്കാതെ നമ്മൾ എല്ലാവർക്കും നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ദൈവമായിരിക്കാം. ഞാൻ ഒരു ബിലീവറാ,
ബിലീവേഴ്സ് അല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇത് സംതിങ് എന്തായാലും മേളൊരു സാധനമുണ്ട്. നമ്മൾ ആരും ഉപദ്രവിച്ചില്ലെങ്കിൽ നമുക്കും ഒരു ഉപദ്രവം വരത്തില്ല. പിന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണം, എനിക്ക് മുമ്പോട്ട് പോകണം എന്നുള്ളത്. ഇപ്പോൾ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യമൊക്കെ സിനിമ ഭയങ്കര ഇൻസ്പിറേഷണൽ അല്ലേ. അതുപോലെ തോറ്റു കൊടുക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ല. പ്രശ്നം ഒരുപാടുണ്ടാവും. പിന്നെ വീട്ടിലിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എൻ്റെ വൈഫ് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. ഇപ്പം ഞാൻ പല പ്രാവശ്യം വിചാരിച്ചതാണ് ഞാൻ തോറ്റു പോകുമെന്ന്. പല പ്രാവശ്യം ഞാൻ കുറച്ചൊരു 2-3 വർഷം മുമ്പ് അവളോട് ഞാൻ പറഞ്ഞത്, എടി ഇത് പറ്റത്തില്ല, ഞാൻ പോവുക, ഞാൻ ദുബായിക്ക് പോവുക, വീണ്ടും ഒന്നേന്ന് ഞാൻ അവിടെ നിന്ന് തുടങ്ങാൻ പോവുക. എൻ്റെ ഒരു മെൻറ്റർ ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞപ്പം ഷി വാസ് ലൈക്ക്, എടാ നിനക്ക് 32 വയസ്സായി. അന്ന് ആലോചിച്ചത്, ഇപ്പോൾ 37 32 വയസ്സായി, നീ ഒന്നേന്ന് തുടങ്ങാൻ പോവുക, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ഉറപ്പാണോ, നിനക്കത് ചെയ്യണോ? അപ്പം വൈഫാണ് എന്നോട് പറഞ്ഞത്, ഇല്ല എന്നെ ഡുഡുന്ന് കളിക്കണം, ഡുഡു തോറ്റു പോകത്തില്ല, എനിക്കറിയാം താൻ എന്തോരം പ്രയത്നിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പല ഫാക്ടേഴ്സാണ്. നമുക്ക് മുമ്പിൽ പല പ്രശ്നങ്ങളും വരും. മാർക്കറ്റിൽ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനനുസരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളത്. അത് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ചിലപ്പം തോറ്റുപോയാൽ വീണ്ടും ഒന്നേന്ന് തുടങ്ങാൻ ധൈര്യം മാത്രം ഉണ്ടായാൽ മനസ്സിലുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്കിനി ബാക്ക് ടു നമ്മുടെ ട്രക്ക് ബോഡി ബിൽഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമ്മളിപ്പം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഇപ്പം പല ടൈപ്പ് ഓഫ് മെറ്റൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഉപയോഗിച്ച് ഇപ്പോൾ വൈസാഗുണ്ട്, അതുപോലെ തന്നെ കുറേയധികം കമ്പനികളുണ്ട്. ഈ ഇതിനകത്ത് ഇപ്പോൾ ഈ ബ്രാൻഡ് മാറുന്നതനുസരിച്ച് ഭയങ്കരമായിട്ട് ക്വാളിറ്റി മാറുക എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് എത്രത്തോളം ഉണ്ട് ഒരു സത്യാവസ്ഥ പറയുകയാണെങ്കിൽ? ക്വാളിറ്റി ഉറപ്പായിട്ടും വ്യത്യാസം വരും. ഉറപ്പായിട്ടും നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു ക്വാളിറ്റി നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ ഈ വൈശാഖിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അവൈലബിൾ ആണ്. ഞാൻ കേട്ടിരുന്നത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അവൈലബിൾ. ഞങ്ങൾക്ക് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൈശാഖിന്റെ ഒറിജിനൽ ആണ് എന്ന് സോഴ്സ് ചെയ്തെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി പക്ഷെ ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടും. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം, അതായത് ഒരു വണ്ടി ഒരാൾ മേടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഫിനാൻസ് പൊതുവെ 5 വർഷത്തേക്കെങ്കിലും ആയിരിക്കും ഇടുന്നത്. അത് കഴിയുന്നത് വരെയെങ്കിലും ബോഡിക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുത്. ഒരു 10 ദിവസം, മാസത്തിൽ ഒരു 10 ദിവസം ഓടാതെ കിടന്നു കഴിഞ്ഞാൽ EMI അടയില്ല. മനസ്സിലായി. അപ്പം അത് വളരെ നന്നായിട്ട് നമ്മൾ നോക്കുന്നു. കാരണം ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് അത് നോക്കാറുണ്ട്, അങ്ങനെ ഒരു കംപ്ലൈന്റ് വരും. മനസ്സിലായി. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രധാനമായിട്ട് ഇതിൻ്റെ വർക്ക്ഷോപ്പിൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ നോർമൽ ടൈപ്പ് ഓഫ് ഒരു ബോഡി ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾ അതേ ചെന്ന് തടി അല്ലെങ്കിൽ അങ്ങനത്തെ ഹെവി എക്യുപ്മെൻറ്റ്സ് കയറ്റി ബോഡിക്ക് കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മളെ കുറ്റം പറയുന്ന കേസുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? ഒന്ന്, നമ്മളിപ്പോൾ നമുക്കൊരു സെയിൽസ് ടീം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമേ ഉള്ളത് കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എന്തിനു വേണ്ടിയുള്ള ബോഡിയാണ്. ഇപ്പം ലെറ്റ്സ് സേ നോർമൽ ഒരു FSD 30 ഫീറ്റ് പണിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, ഞങ്ങളുടെ ഫസ്റ്റ് ചോദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണ്? സിമെന്റ് ആപ്ലിക്കേഷൻ ആണോ, അല്ലാന്നുണ്ടെങ്കിൽ എംസാൻഡ് ആണോ, അല്ലെങ്കിൽ തടിയാണോ? അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രപ്പോസൽ അവർക്ക് കൊടുക്കുക. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കസ്റ്റമർ എന്നോട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുള്ള് ചീത്ത, ഫോണിൽ കൂടെ ലിറ്ററലി തെറിയാ വിളിക്കുന്ന പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ ഇത് ഈ പർപ്പസിന് വേണ്ടിയുള്ള ബോഡി അല്ല. പുള്ളി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതെന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അത് ഞങ്ങൾക്കൊരു വലിയ പാട്, ഞങ്ങളത് പറഞ്ഞില്ല. തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്, ഞങ്ങളത് പറഞ്ഞില്ല അവരോട്, ഇന്നൊരു പർപ്പസിന് വേണ്ടിയാണ് ഈ ബോഡി എന്നുള്ളത് പറഞ്ഞില്ല. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ ഫുൾ ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, നമ്മൾ ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് എന്ത് പർപ്പസിന് വേണ്ടിയുള്ള ബോഡിയാണെന്ന്. മനസ്സിലായി. അപ്പോൾ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റി എടുക്കുക എന്നുള്ളതാണ്. എന്ത് പർപ്പസാണ്, ഏത് റൂട്ട്, നമ്മൾ കൂടുതലും ചോദിക്കുക ഏത് റൂട്ടിലായി വണ്ടി പോകുന്നത്. ഇപ്പം നമുക്ക് ഹില്ലി ഏരിയാസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യണം ആക്ച്വലി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വളഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമറിനോട് ചോദിച്ച് മനസ്സിലാക്കുക അവർക്ക് എന്താണ് നമ്മളുടെ അടുത്ത് നിന്ന് അവർക്ക് ആവശ്യം, അതിനനുസരിച്ചിട്ടുള്ളൊരു ബോഡി നമ്മൾ ചെയ്യുക. പക്ഷേ ഈ പ്രശ്നം എന്നാലും വരും, ഇതൊക്കെ ചോദിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും 110% നമ്മൾ സ്വർണം കൊണ്ടൊരു ബോഡി ഉണ്ടാക്കി കൊടുത്താലും പറയുന്ന ആൾക്കാരുണ്ട് ഉറപ്പായിട്ടും. പക്ഷെ അതൊരു ശീലമായി, അത് നമ്മൾ ചിരിച്ചുകൊണ്ടങ്ങ് നേരിടും. അല്ല, അത് വലിയൊരു ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് ഈ ഞാൻ ഈ ടാറ്റയിലും അശോക് ലേലാൻഡൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പം ഈ ട്രക്ക്, ഇപ്പം കാറ് വിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ ബാക്കി ബൈക്ക് അങ്ങനത്തെ സംഭവം വിൽക്കുന്ന പോലെ ഒന്നുമല്ല, ഈ ട്രക്കിൻ്റെ അല്ലെ ബസ്സിൻ്റെ ഇങ്ങനത്തെയൊക്കെ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവാണ്. ചെറിയൊരു കാര്യം മതി അവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ഭയങ്കര രീതിയിലേക്ക് മാറും. ഈ അങ്ങനെ ഭയങ്കര ഇഷ്യൂ ആയി സോൾവ് ചെയ്ത് എന്തെങ്കിലും ഒരു കഥ പറയാനുണ്ടോ? അയ്യോ, കഥ പറയാൻ ഞാൻ എൻ്റെ കുഴി തോട്ടുന്ന പോലെ തന്നെ ആണോ? അയ്യോ, കാരണം അത് ഇഷ്യൂ ആവാൻ കാര്യം എന്താണെന്നറിയോ വിഷ്ണു, ഇത് അരിപ്രശ്നമാണ്. മനസ്സിലായി. കാറ്, ബൈക്ക് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ലക്ഷറിയാണ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ജീവിതം. ഇതെന്ന് പറയുന്നത് അരിപ്രശ്നമാണ്. അതായത്
ഭാര്യയുടെ എൻ്റെ പപ്പ തുടങ്ങിയത് മമ്മിയുടെ കെട്ടുതാലി പണയം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പം അതുപോലെ തുടങ്ങുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊരു EMI മുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ വിഷയമാണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കയറി വന്ന ആൾക്കാരെ എനിക്കറിയാം, കസ്റ്റമേഴ്സ്. അപ്പം അതായത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലർ അങ്ങനെ റിയാക്ട് ചെയ്തു പോകും. അത് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് നമ്മളും ചെയ്തു കൊടുക്കും. കാരണം അവർ വളരുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. ഒരാൾ ഇന്നൊരു വണ്ടി എടുത്ത് തുടങ്ങി നാളെ 10 വണ്ടി എടുക്കുമ്പോൾ ഞാൻ ക്ലൈവിൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ ഷെയർ ഓട്ടോഗ്രാഫിൻ്റെ കൂടെ പോയി അവരെന്നെയും സപ്പോർട്ട് ചെയ്തു, നാളെ ഉറപ്പായിട്ടും തിരിച്ച് നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ മാർക്കറ്റിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട്. ഈ പൊട്ടിത്തെറി എന്തായാലും ഉണ്ടാവും, 110% ഉണ്ടാവും. അത് ഫേസ് ചെയ്യാൻ നമ്മുടെ ടീമിനെ കെൽപ്പുള്ളവരാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ഇനി നമ്മൾ നമ്മുടെ കണ്ടെയ്നർ ബിസിനസ്സിലേക്ക് അല്ലെ കണ്ടെയ്നർ ബോഡി ബിൽഡിലേക്ക് വരിക. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കണ്ടെയ്നറിൽ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോഴത്തെ ഒരു ഭയങ്കര വലിയൊരു മാറ്റം ശരിക്കും പറഞ്ഞാൽ, ഞാൻ കുറച്ച് നാൾ മുന്നേ നമ്മളൊരു ടിപ്പറൊക്കെ നല്ല രീതിയിൽ നിന്ന സമയത്ത് ഒരു ടാറ്റ സിഗ്ന ട്രെയിലറിൻ്റെ ടിപ്പർ ട്രെയിലറിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് അതിലിങ്ങനെ ലോഡ് എടുത്തുകൊണ്ട് വന്ന് തിരിച്ച് ഇടുന്നത്. അപ്പോൾ അന്ന് ആ ആള് ശരിക്കും പറഞ്ഞാൽ കുറേ അധികം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ട്രെയിലർ ബിസിനസ്സിനകത്തെ കുറച്ച് പോസിറ്റീവും കാര്യങ്ങളൊക്കെ വെച്ച് അത് ഭയങ്കര രസമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തിരുന്നത്. കാര്യം അപ്പം ഈ ട്രെയിലറിലേക്ക് വന്ന് ആ ഒരു വീഡിയോ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഈ ടിപ്പ് ട്രെയിലറിൻ്റെ അതിഭയങ്കരമായിട്ടുള്ളൊരു ബൂം അങ്ങോട്ടുണ്ടായി. ബൂമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എല്ലാവരും പക്ഷേ അന്നത്തെ ആ വീഡിയോ എനിക്ക് തോന്നുന്നൊരു 1 മില്യൺ മേളങ്ങാണ്ട് റീൽസ് ടൈപ്പായിട്ടും കയറി. അപ്പോൾ പുള്ളി അതിനകത്ത് പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു ട്രക്ക് ഒരു ടിപ്പർ പോവുകയാണെങ്കിൽ ആ ടിപ്പറിനെ സംബന്ധിച്ചോളം നമുക്ക് അതിനകത്ത് ഓവർലോഡ് കയറ്റി ഇതിനുള്ള ഫൈനും കൊടുത്ത് ഇത്ര എല്ലാം മെനക്കെട്ട് വരുന്നതിൻ്റെ അംശത്തിലൊന്ന് ചിലവില്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിലറേൽ കൊണ്ടുവരാം എന്നുള്ളൊരു റേഞ്ചിലേക്ക് തോന്നുന്നത്. അപ്പോൾ അന്ന് ഇത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പോൾ അതിനുശേഷം എനിക്കൊന്നൊരു വളരെ വലിയൊരു ബൂമായിരുന്നു ഈ ഒരു ട്രെയിലർ സെഗ്മെന്റിലേക്ക് വന്ന് ടിപ്പർ ട്രെയിലറിലേക്ക് വന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിലർ സെഗ്മെന്റ് ക്ലൈവേൻ്റെ ഇതിലെങ്ങനെയാണ് ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മുടെ ഫ്യൂച്ചർ ട്രെയിലേഴ്സാണ് ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ നമ്മൾ ഏത് ഡെവലപ്ഡ് കൺട്രി നോക്കിയാലും ട്രക്സിനേക്കാളൊക്കെ വോള്യൂം ഒരുപാട് കൂടുതലായിരിക്കും ട്രെയിലേഴ്സിന്റെ. അത് ഈ പറയുന്നത് പോലെ ടണ്ണേജ് ക്യാരിയിങ് കപ്പാസിറ്റി തന്നെയാണ് അതിന്റെ മെയിൻ കാര്യം. സെയിം കിലോമീറ്റർ യാത്ര ചെയ്യുന്നു, ഓൾമോസ്റ്റ് സെയിം ചെലവ് തന്നെയാണ് നമുക്ക് വരുന്നത്. കൂടുതൽ ടണ്ണേജ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, കൂടുതൽ മാർജിനും കൂടുതൽ ബെനിഫിറ്റും നമുക്ക്. ശരിക്കും പറഞ്ഞാൽ മറ്റേതിനെക്കാട്ടി കുറവാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കമ്പയറിംഗ് ടു ചെലവ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും മറ്റേതിനെക്കാട്ടി കുറവാണെന്നാണ്. ഓൾമോസ്റ്റ് സെയിം തന്നെ, സെയിം ആണ്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഇൻഡോറിന് പോകുന്ന ഒരു ട്രെയിലറിന്റെ ട്രക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3.5 മൈലേജ് കിട്ടും. അത് നമ്മളൊരു 14 വീലർ ട്രക്ക് ആണെങ്കിലും ഓൾമോസ്റ്റ് 3.5 മൈലേജ് റേഞ്ചിലേക്ക്. എനിക്കൊന്ന് 2.93 അറിയുന്ന, അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഡ്രൈവർ. അതൊരു ഭയങ്കര വലിയ കട തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും നല്ല ഡ്രൈവറിനെ കിട്ടും. ഇപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അത് വേറെ മേഖലയാണ്. അതിനകത്തേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ ഫാക്ടർ. അപ്പൊ ഇനി നമ്മളെ ഒരു ട്രെയിലർ മാനുഫാക്ചറിംഗിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെ കമ്പനികൾസിന്റെ ആണ് നമ്മൾ ആക്സിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അതിനെക്കുറിച്ചൊന്ന് പറയാം. മാത്രമേ യൂസ് ചെയ്യൂ. യോർക്ക് മാത്രമേ യൂസ്. ക്വാളിറ്റി. യെസ്. കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ പേര് പറയുന്നില്ല, ഞാൻ 2 വേറെ ആക്സൽസ് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഈ പറയുന്ന ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 2 ദിവസം ഡൗൺ ടൈം വന്നാൽ പോലും കസ്റ്റമറിന് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഇപ്പൊ ലൈലൻഡ് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു പുതിയൊരു ആക്സലായിട്ട് വരുന്നുണ്ട്. അവർ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ യോർക്കിന് ഇപ്പൊ മൊണോപ്പൊളിയാ, അതൊരു നല്ല കാര്യമല്ല. മനസ്സിലായി. അതൊരു നല്ല കാര്യം, ഉറപ്പായിട്ട് നല്ലൊരു കാര്യമല്ല. അപ്പം എന്തായാലും നമുക്കൊരു കോമ്പറ്റീഷൻ അതിനകത്ത് വേണം. പുതിയ ആരെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ 110% നമ്മൾ സപ്പോർട്ട് ചെയ്ത് നോക്കുകയും ചെയ്യും. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ട്രെയിലറിന് ഡൗൺ ടൈം ഉണ്ടാവരുത് മാത്രമേ. പക്ഷെ ട്രെയിലർ നേരത്തെ വിഷ്ണു പറഞ്ഞു തുടങ്ങിയ വിഷയം അതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലേ. ആണത്, ഞാൻ അതിലേക്കാണ് വന്നത്. നമ്മൾ വിഷയം മാറിപ്പോയി. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗവൺമെന്റ് നോംസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ വിചാരിച്ചാണ് ടിപ്പ് ട്രെയിലറിന്റെ അപ്രൂവൽസ് നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ചെയ്യുന്നില്ല. മനസ്സിലായി. അപ്പോൾ ടിപ്പ് ട്രെയിലറിന്റെ അപ്രൂവൽ എടുത്താലോ എന്നൊക്കെ വിചാരിച്ച് അറ്റം വരെയൊക്കെ എത്തിച്ചു വെച്ചതാണ് ഏറെയിൽ. പക്ഷെ അപ്പോഴേക്കാണ് ഗവൺമെന്റ് റൂൾസ് മാറ്റിയത്. എടുത്ത ഒരുപാട് പേര് പ്രശ്നത്തിലായ ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അതിലും ഈ പറയുന്ന പോലെ തോറ്റുപോകാതെ മുമ്പോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറച്ച് സംഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേരളം വിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ട്രക്ക് കൊണ്ടൊക്കെ ഡൽഹിയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ 3 വരിയിലും ട്രെയിലേഴ്സാണ്.
എവിടെ ഏത് സെഗ്മെന്റിൽ എടുത്തു കഴിഞ്ഞാൽ ട്രെയിലേഴ്സ് ആണ് അതെ, നടക്കുക. അതെ, അതെ. പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഭയങ്കര പാടാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ റോഡും കൂടെ വേണ്ട ഇഷ്ടം ഇത് ഓടിച്ചോണ്ട് പോകാനായിട്ടല്ല. ഇത്ര നമുക്ക് നമ്മുടെ ചെറിയ കാർ ഓടിച്ചോണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ 40 നീളമുള്ള ട്രെയിലർ. ശരിക്കും പറഞ്ഞല്ലോ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസ് കൊണ്ടുവരാതെ ഇതൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതെ അതെ. അപ്പൊ അത് എത്രത്തോളം ഗവൺമെന്റ് അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുക്കും? ഇപ്പം ഒരു പോസിറ്റീവ് സൈഡ് ഇപ്പൊ കാണുന്നത്, ഇപ്പം മേലിൽ BJP ഗവൺമെന്റ് മോശമാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിൽ, നമുക്കിപ്പം റിലീജിയസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ആസ് എ ബിസിനസ്മാൻ, ഒരു കച്ചവടം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ദേ ആർ ആക്ച്വലി ഗുഡ്. ആ ഒരു രീതിയിൽ ഇതും എനിക്ക് കോൺട്രവേഴ്സി ഒന്നും ആക്കാൻ താല്പര്യമില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. മനസ്സിലായി. ഒരു രാജ്യം വളരണമെന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേലിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വേണം. അപ്പൊ അവര് എന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവരെടുക്കുന്ന ഒരുപാട് തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്ക് നല്ലതാണ്. മനസ്സിലായി. നമ്മളൊക്കെ ഈ രാജ്യത്തുള്ള ആൾക്കാരാണല്ലോ. നമുക്ക് അരി മേടിക്കണമെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വരണം. പേടിച്ച് പുറകോട്ട് മാറി നിൽക്കുമ്പോഴാണ് കൂടുതലും നമ്മൾ സ്റ്റാഗ്നന്റ് ആയി പോകുന്നത്. പേടിയില്ലാതെ നമ്മൾ തീരുമാനങ്ങൾ, അപ്പം ഇപ്പൊ വിഷ്ണു ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ ARI മാൻഡേറ്ററി ആക്കി ഒരു തീരുമാനം കൊണ്ടുവന്നപ്പം ഒരുപാട് പേർക്ക് പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷെ അപ്പൊ അവര് പറയുന്നത് then you also grow, നിങ്ങൾ വളർന്നു ആയോ എന്നാ പറയുന്നത്. വളരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇങ്ങനത്തെ സംരംഭങ്ങൾക്കൊക്കെ വളരെ വലിയ എമൗണ്ട് ലോൺസ് ഇഷ്ടം പോലെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, ഞാൻ പറയും ഇപ്പൊ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, എല്ലാവർക്കും ഒന്നും കിട്ടത്തൊന്നുമില്ല. എല്ലാവർക്കും കിട്ടൂടാ. നമ്മൾ ചെറുതിന്ന് തുടങ്ങിയ, ഞാൻ 25 ലക്ഷത്തിൽ നിന്ന് തുടങ്ങിയതാണ്. എന്റെ ഭാര്യ അവളുടെ അഴിച്ചു തന്ന ആഭരണങ്ങളിനകത്ത് നിന്ന് തുടങ്ങിയതാണ്. പിന്നെ സപ്പോർട്ട് ചെയ്തത് കൂടുതലും ഗവൺമെന്റ് ആണ്. തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ വളർന്നേ പറ്റുള്ളൂ. ഞാൻ ചെലവ് കുറയ്ക്കാൻ വേണ്ടി ക്വാളിറ്റി കുറച്ച് കുറഞ്ഞൊരു ഫിനാൻസ് ടീമിനെ ബിൽഡ് ചെയ്യുന്നത്, ചെലവ് കുറയ്ക്കാൻ വേണ്ടി എനിക്ക് ഓഡിറ്റർ ഇത്രയും മതി എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളവിടെ പെട്ടുപോകും. അതിന് ചിലർ പറഞ്ഞേക്കത്തില്ല, നിങ്ങൾ ഈ ചെലവ് കുറയ്ക്കാൻ നോക്കരുത്, നിങ്ങളുടെ വരവ് കൂട്ടാൻ. എക്സാക്ട്ലി, അതെ അതെ അതെ, അതാണ് ഏറ്റവും മെയിൻ പോയിന്റ്. പക്ഷെ അതിനകത്ത് വിഷ്ണു ഉറപ്പായിട്ട് റിസ്ക് ഉണ്ട്. നമ്മൾ ഈ വരവ് കൂട്ടാൻ നോക്കുക, ചെലവ് നമുക്കൊരു സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ക്വാളിറ്റി ഉള്ള ആൾക്കാർ എടുക്കുമ്പോൾ കൂടും. അതിനനുസരിച്ച് വരവ് വരുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ തീർന്നു പോകും. അപ്പം അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് ആ ഒരു ഡിസിഷൻ എടുത്ത് മുമ്പോട്ട് പോവുക. അതിനെന്താണോ ചെയ്യേണ്ടത്. ചില സമയങ്ങളിലൊക്കെ ഞാൻ വർക്ക്ഷോപ്പ്, അതായത് നമ്മുടെ ഫാക്ടറിയിൽ വെളുപ്പിന് 4 മണി 5 മണി വരെ നിന്ന സമയമുണ്ട്. അതുപോലെ നമ്മുടെ ടീം, ഞാൻ ഇന്നലെ എൻ്റെ ടീമിനോട് പറഞ്ഞിട്ടില്ല രാവിലെ വരെ നിൽക്കണമെന്ന്. അവരങ്ങ് കൂടെ നിൽക്കുക. അപ്പം അതിന് തയ്യാറായിട്ടുള്ള ഒരു ടീമും നമുക്ക് അതിനുള്ളൊരു മൈൻഡ് സെറ്റും ആ ഒരു വിഷനും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നോ പ്രോബ്ലം. മനസ്സിലായി. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ, ഇപ്പം കുറേ കാലത്തിന് ശേഷം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 10 വർഷത്തിനിടയ്ക്ക് നമ്മളുടെ റോഡിനകത്ത് വന്നിരിക്കുന്ന ഒരു മാറ്റം വളരെ വലിയ രീതിക്കുള്ളൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ. അപ്പം പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഈസ്റ്റ് റേഞ്ചിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇപ്പം പണ്ടൊക്കെ ആ വഴി പോകുമ്പോഴത്തുള്ള അവസ്ഥ വെച്ച് ഇന്ന് നോക്കുകയാണെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം റോഡ് മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടോ? അല്ല, ബാധിക്കുന്നില്ല, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ട്രാൻസ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയൊരു ഘടകം ഡീസലാണ്. ഒരു മേജർ ചങ്ക് ഓഫ് അവൻ്റെ എക്സ്പെൻസ് വരുന്നത് ഡീസലാണ്. നല്ല റോഡുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡീസൽ മൈലേജ് കൂടുതൽ കിട്ടും, ടയറിന് ലൈഫ് കൂടുതൽ കിട്ടും, ഡ്രൈവറിന് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. അപ്പം നല്ല റോഡ് വരിക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഇറ്റ് ഹാസ് ഹെൽപ്ഡ്. യെസ്. അതിനകത്തുള്ളൊരു പ്രശ്നം, നല്ല റോഡ് വരുന്നതിൻ്റെ കൂടെ ഒടുക്കത്തെ ടോൾ മേടിക്കുന്നത്. അല്ലാതെ നമുക്ക് നല്ലത് കിട്ടണമെങ്കിൽ പൈസ കൊടുത്തേ പറ്റൂ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് അത് ഇച്ചിരി കൂടുതലാണ്. അതന്നെ, നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് കടക്കാനുള്ള സമയം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷെയർ ഓട്ടോമോട്ടീവ്സ് പോലെ ക്ലൈവേറ്റിൻ്റെ മറ്റൊരു ബിസിനസ്സാണ് നമ്മൾ ട്രക്കിംഗ്, ലോജിസ്റ്റിക്സ്. അപ്പം നമുക്ക് ഈ ഒരു ലോജിസ്റ്റിക്സിലേക്ക് കടക്കുമ്പോഴത്തേന് എങ്ങനെയാണ് ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് പറയാം. ഇൻസ്പിറേഷൻ ആണോ? പിന്നെ ഉറപ്പായിട്ടും. കാരണം വെച്ചാൽ ഈ വീട്ടിൽ 2 പേര്, അനിയനും അച്ഛനും, 2 പേരും ഇതിനകത്ത് തന്നെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. അപ്പം അവിടുന്ന് മൂന്നാമത് ഈ ഒരു മേഖലയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ അതിനകത്തേക്ക് പോയില്ലല്ലോ. ഞാൻ കണ്ടെയ്നർ ട്രാൻസ്പോർട്ട് പോയില്ല, അവിടെ AD കിട്ടും. അപ്പൊ അതിനകത്ത് ഞാൻ പോയില്ല. ഞാൻ ഓപ്പൺ മാർക്കറ്റിലേക്കാണ് വൃതി ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്ത്. ട്രെയിലേഴ്സ് ഇല്ല എനിക്ക്. എല്ലാം വൃതി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് എന്ന ഗ്രോത്ത് പേരില്ലെങ്കിലും ഗ്രോത്ത് ഇരിക്കട്ടെ. വൃതി ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം 12 വീലും 14 വീലും വണ്ടികളാണ്. എല്ലാം ഓപ്പൺ മാർക്കറ്റിൽ ഓടുന്ന വണ്ടികളാണ്. എങ്ങനെയുണ്ട് ബിസിനസ്, അതിനെ പറ്റി ഒന്ന് പറയാം. ലാഭം ഇല്ല, EMI അടഞ്ഞു പോകും. നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഡ്രൈവർമാര്, അവരുടെ ഫാമിലി പോവും. നമുക്കൊരു അസറ്റ് 5 വർഷം കഴിയുമ്പോൾ EMI എല്ലാം കഴിഞ്ഞിട്ട് ആ വണ്ടി വിൽക്കുമ്പോൾ എന്ത് കിട്ടുന്നോ
അതാണ് ലാഭം. ലാഭം. അത്രേ ഉള്ളൂ. അല്ലാതെ ഭയാനക പപ്പയൊക്കെ പണ്ട് പറയായിരുന്നു, വണ്ടി ഓടിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ അക്കൗണ്ടിലേക്ക് വരും, ഇന്ന് EMI അടയ്ക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് കഷ്ടപ്പെടണം. പിന്നെ ഉള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കുക, നമ്മളതിൻ്റെ പുറകെ തന്നെ നിൽക്കുക. അപ്പം എപ്പോഴും പറയണം, നീ വണ്ടി എടുക്കുകയാണെങ്കിൽ നീ അതിൻ്റെ കൂടെ നിൽക്കണം. ഒരാളെ ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവുന്ന കാര്യമല്ല. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരാളെ എടുത്തു, ഒരു ഓപ്പറേഷൻസ് മാനേജറായിട്ട് എടുത്തു. പുള്ളി അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ പുള്ളി നിൽക്കുമ്പോഴേക്ക് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വണ്ടി ലോഡായി പോരുന്നത്. പുള്ളിക്ക് അത്ര ഉത്തരവാദിത്വം ഉള്ളൂ. പൈസ പോകുന്നത് നമ്മളുടെ ആണല്ലോ. മനസ്സിലായി. അപ്പം നേരത്തെ പറഞ്ഞാൽ അങ്ങനെ ഒരാളെ കിട്ടുക. അതിനു മുമ്പ് നമ്മളറിയണം ഇന്ത്യയിൽ എവിടെ പോയി കഴിഞ്ഞാൽ ഏത് സമയത്ത് എങ്ങനെയായിരിക്കും, എന്ത് റേറ്റിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും, മഴ വരുമ്പം ഏത് മാർക്കറ്റാണ് കൂടി പോകുന്നത്, ഏത് മാർക്കറ്റിലായിരിക്കും നമുക്ക് കൂടുതൽ റേറ്റ് കിട്ടുന്നത്, ഡ്രൈവർമാർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന റൂട്ട് ഏതായിരിക്കും, നമുക്ക് ടോൾ കുറവുള്ള. ഇപ്പം ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നല്ലോ വിഷ്ണു. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്, ടോൾ ഗുരു എന്ന് പറഞ്ഞിട്ട്. ആദ്യമേ ഞാൻ ഇപ്പം പൊതുവേ സ്കാമുകളുടെ കാലഘട്ടമാണല്ലോ, അപ്പോൾ അത് മേടിക്കുന്നത് എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഒരു 2000 രൂപ എങ്ങാണ്ടേ മാസമുള്ളൂ. അതിൽ പറയുന്നത് വെരി ആക്യുറേറ്റ്. ഒരു 2-3 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇൻഡോറിലേക്ക് പോകുമ്പോൾ നേരത്തെ എന്ന് പറഞ്ഞാൽ പുതിയൊരു റൂട്ടാണെങ്കിൽ ഞാൻ അറിയാവുന്ന ആൾക്കാരെ വിളിച്ച് ചോദിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആപ്പിൽ ഫ്രം ലൊക്കേഷനും ടു ലൊക്കേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചീപ്പസ്റ്റ് റൂട്ട് കാണിക്കും, ഫാസ്റ്റസ്റ്റ് റൂട്ട് കാണിക്കും, ചീപ്പസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് റൂട്ട് കാണിക്കും. അപ്പോൾ പല സാധനങ്ങളൊന്നും നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ ChatGPT, DeepSeek, അപ്പോൾ അതുപോലെ നമ്മൾ കൂടുതലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ചോദിച്ച ചോദ്യത്തിന് വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട, പക്ഷെ നമുക്ക് ഓടിച്ചോണ്ട് പോകാൻ പറ്റും. മനസ്സിലായി. ഇപ്പം ഈ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ വലിയൊരു ഇഷ്യൂ ആണ്, നമ്മളുടെ പ്രധാന ഇഷ്യൂ ആണ് ഡ്രൈവേഴ്സിൻ്റെ അവൈലബിലിറ്റി. നല്ല ഡ്രൈവേഴ്സിനെ കിട്ടുക, എങ്ങനെ മാനേജ് ചെയ്യുന്നു? നല്ല ഡ്രൈവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഡ്രൈവേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്തോ ദൈവാനുഗ്രഹം ആയിരിക്കാം. നമ്മുടെ കൂടെ വരുന്ന എല്ലാവരും തന്നെ പിള്ളേരാണ്. 25 മുതൽ ഒരു 30-35 വയസ്സിലുള്ള ആൾക്കാരാണ് എല്ലാവരും. ഞാൻ പിള്ളേരുടെ 35 വർഷം, ഞാൻ 37 വയസ്സായിരിക്കും, എന്നാലും പിള്ളേരുടെ അറിയുള്ളൂ. അപ്പം അത് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല ആൾക്കാരെയാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്തും പാര വയ്ക്കുന്ന ആൾക്കാരുണ്ട്, വണ്ടി നോക്കാത്ത പിള്ളേരുണ്ട്, വണ്ടി ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിന് മൈൻഡ് പോലും ആക്കാത്ത പിള്ളേരുണ്ട്, ടയർ വെട്ടിത്ത് കഴിഞ്ഞാൽ അത് നോക്കുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്. നമ്മൾ മോണിറ്റർ ചെയ്ത് വണ്ടി നോക്കുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവർക്കൊരു ഫ്രീഡവും കൂടെ നമ്മൾ കൊടുക്കുക. അവരാ വണ്ടി നോക്കുന്നത്. വണ്ടി നമ്മൾ മേടിച്ചു, അതിന്റെ ഫിനാൻസ് നമ്മൾ അടയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ വണ്ടിയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവരുടെ കയ്യിലാണ്. അവരെ നന്നായിട്ട് നോക്കുക. അവർ വണ്ടി നന്നായിട്ട് നോക്കിയാൽ ഉറപ്പായിട്ടും തിരിച്ച് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ഡ്രൈവേഴ്സിനെ കൂടുതൽ എടുക്കുന്നത്. കേരളത്തിൽ കുറവാണ്. കേരളത്തിലുണ്ട് നല്ല ഡ്രൈവേഴ്സ് ഇല്ലാന്നല്ല. ഇപ്പം എൻ്റെ 12 കിലോ ഓടിക്കുന്ന എല്ലാം മലയാളീസാണ്. നല്ല അടിപൊളി പിള്ളേരാണ്. ഞാൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് അവർ വണ്ടി നോക്കും. അപ്പം അതൊരു വിശ്വാസം. പിന്നെ അവർ വഴി റെഫറൽസ് ആണ് കൂടുതൽ. കാരണം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു പയ്യനെ നമ്മുടെ മലയാളി അവൻ കൊണ്ടുവന്ന് കയറ്റി വെച്ച് നല്ല വൃത്തിയുടെ രീതിയിലാണ് ആ പയ്യൻ ഇറങ്ങിപ്പോയത്. അപ്പം റിയാസ് തന്നെ ഡ്രൈവറിൻ്റെ. അപ്പോൾ അവനോട് പറഞ്ഞായിരുന്നു, ചേട്ടാ ഇനി ഞാൻ ചെയ്യത്തില്ല, ഇനി ഞാൻ നോക്കിക്കോളാം. ഒരു അനുഭവം കിട്ടിക്കഴിയുമ്പം പിന്നെ നമ്മൾ നോക്കുന്നത് പോലെ വണ്ടി നോക്കുന്ന ആൾക്കാരെ പിന്നെ അവരും റെഫർ ചെയ്യും. പിന്നെ തമിഴ്നാട്ടിലെ ഓരോരോ മേഖലകളിൽ ഡ്രൈവർമാർ മാത്രം ഉള്ള മേഖലകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഡ്രൈവേഴ്സ് വരാറുണ്ട്. പിന്നെ നമ്മൾ ഒരു ചാൻസ് കൊടുത്തിട്ട് വീണ്ടും അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത്. പുള്ളിനെ അങ്ങ് മാറ്റി വേറൊരാളെ എടുത്തേക്കുക, പെട്ടെന്ന് അവിടെ നിന്ന് തീരുമാനങ്ങൾ എടുക്കുക. മനസ്സിലായി. അത്രേ ഉള്ളൂ. ഈ എങ്ങനെയാണ് അവിടുത്തെ ഒരു ഡ്രൈവേഴ്സിൻ്റെ ഒരു രീതി? നമ്മൾ ഇപ്പം പെട്ടെന്ന് ഓടി എടുത്തു വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്? അതും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ മെൻറ്റർ ചെയ്യുന്ന ഗൈഡ് ചെയ്യുന്ന അതുപോലെ ഇരിക്കും. ഇപ്പം ആദ്യമേ തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് വന്ന ഡ്രൈവേഴ്സ് എനിക്കിപ്പോഴും ഓർമ്മ. ദൈവമേ, ഒരു ദിവസം എൻ്റെ രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിയില്ല. കാര്യം ഈ പുള്ളി രാവിലെ ഇവിടുന്ന് ധർമ്മപുരിയിൽ നിന്ന് പുള്ളി വണ്ടി എടുത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞപ്പം പുള്ളി വണ്ടി നിർത്തി. ഞാൻ മാപ്പിൽ നമ്മളിത് നോക്കുമല്ലോ, അപ്പോൾ ഫുൾ ടൈം GPS നോക്കിയിരിക്കുന്നത്. ഞാൻ അന്ന് വിചാരിക്കായിരുന്നു പുള്ളിക്ക് ഭ്രാന്താന്ന്. പിന്നെ മനസ്സിലായത് എന്താ സംഭവം. പുള്ളി ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഒരു ധാബ കണ്ടപ്പോൾ പുള്ളി അവിടെ നിർത്തി. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി അണ്ണാ, എന്താ നിർത്തിയത്? ഫുഡ് അടിക്കാൻ നിർത്തിയതാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി പോകുന്നില്ല. ഞാൻ വിളിച്ച് ചോദിച്ചു, എന്ത് പറ്റി അണ്ണാ, പോയില്ലേ? ഫുഡ് അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കം വന്നെണ്ണ, ഞാനത് പറഞ്ഞു കുറച്ച് തൂങ്ങി, ഞാൻ പോവാന്ന് പറഞ്ഞു. വൈകിട്ട് ഒരു 3 മണി 4 മണി സമയമാണ്. പുള്ളി വണ്ടി എടുത്തു. ഞാൻ മാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി വീണ്ടും വണ്ടി നിർത്തി. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി അണ്ണാ? ഞാനൊരു ചായ കുടിക്കാൻ നിർത്തിയതാണ്. ആയിക്കോട്ടെ, ചായ കുടിച്ചിട്ട് പൊക്കോളുമല്ലോ. അത് കഴിഞ്ഞൊരു മീറ്റിങ്ങിലേക്ക് കയറി ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ വണ്ടി അവിടെ നിൽക്കുക. എന്ത് പറ്റി അണ്ണാ? ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കം വന്നതാണ്, ഞാൻ നിർത്തിയാണ്. ഇവൻ ഇതുപോലെ 2 ദിവസം വിഷ്ണു, ഇവന് ഒരു 100 കിലോമീറ്ററിൽ ധാബ കാണും, അവിടെ നിർത്തും. സത്യം പറഞ്ഞാൽ വെള്ളം അടിക്കുന്നതാണ്, വെള്ളം അടിച്ച് അവിടെ കിടക്കുന്നതാണ്. അപ്പോൾ അതിന് തീരെ ഉത്തരവാദിത്തമില്ലാത്ത ഡ്രൈവർമാരും ഉണ്ട്. നേരെ മറിച്ച് എനിക്ക്
കാളി എന്നൊക്കെ പറഞ്ഞ ഡ്രൈവർമാരുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നേ. അവർക്ക് ഫാമിലി 2 പിള്ളേരൊക്കെ ഉണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടണമെന്നുള്ളതല്ല. ഞാൻ എടാ പയ്യെ പോടാ നിർത്തടാ നീ നിന്ന് ഉറങ്ങിയിട്ട് പോടാന്ന് പറഞ്ഞാലും ചെയ്യാത്ത പിള്ളേരും ഉണ്ട്. സമാധാനമായിട്ട് പോയി ഓടിയെത്തുക, തിരിച്ചു വരിക. അവൻ തിരിച്ചു വരുന്ന ട്രിപ്പിൽ വരുന്ന വഴിയിൽ ഒരു ദിവസം വീട്ടിൽ നിൽക്കും, എന്നിട്ട് തിരിച്ചിങ്ങ് പോരും. അതിൽ ചിലവന്മാരെ ഞാൻ നിർബന്ധിച്ച് വീട്ടിൽ വിടണം. അല്ല വീട്ടിൽ പോടാ നിന്റെ ഭാര്യ എന്നെ വിളിച്ച് ചീത്ത പറയണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിടുന്ന പിള്ളേരും ഉണ്ട്. അവരുടെ കയ്യിലാണ് ആക്ച്വലി. പിന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ പുതിയ വണ്ടി എടുത്തപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി നിങ്ങൾ എടുക്കുക, നിങ്ങളായിട്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങൾ കയറ്റുക. അപ്പൊ ഒരു ടീം വർക്കാണ് വിഷ്ണു. മനസ്സിലായി. നമ്മളുടെ പ്രധാനപ്പെട്ട ലോഡുകൾ ഇപ്പോൾ ഉദാഹരണം പറയാം, എന്നോട് പണ്ട് നേരത്തെ പറഞ്ഞത് ചെന്നൈയിൽ നിന്ന് കൂടുതൽ ലോഡ് എടുത്ത് അങ്ങോട്ട് വരിക എന്നുള്ള രീതിക്കായിരുന്നു. കൂടുതലും മാർക്കറ്റ് ലോഡ്സ് ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് പോകുന്നത്? കൂടുതലും സൗത്തിലാണോ കിടന്ന് ഓടുന്നതോ? ഇല്ല, ഞാനിപ്പോ സൗത്തില് അങ്ങനെ അധികം നോക്കുന്നില്ല, കൂടുതൽ നോർത്തിലേക്കാണ് പോകുന്നത്. നോർത്തിലേക്കാണ് പോകുന്നത്. നമ്മൾക്ക് അറിയാവുന്ന ഒരു 2-3 ലൈൻ ഇവിടുന്ന് ഇൻഡോർ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നാസിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഗുജറാത്ത്. ലെഫ്റ്റ് സൈഡ് പിടിച്ചാൽ പോകുന്നത് ആക്ച്വലി. അപ്പം ഈ പറയുന്ന മേഖലകളിൽ ഏത് സമയത്ത് ഇപ്പൊ ഇൻഡോറിൽ ഇപ്പം പ്രസന്റ്ലി ലോഡ് കുറച്ച് കുറഞ്ഞിരിക്കുക. അപ്പം വണ്ടികളുടെ എണ്ണവും പക്ഷെ പൊതുവെ കുറവാണ്. മനസ്സിലായി. അപ്പം വണ്ടികളുടെ എണ്ണം കുറയുമ്പോൾ പിന്നെയും കുറച്ച് റേറ്റ് കൂടും. ഒരു അനലിറ്റിക്സ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടികൾ ഇന്ന സ്ഥലങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. കൂടുതലും നമ്മളിപ്പോൾ പോകുന്നത് ഇൻഡോർ, അല്ലാന്നുണ്ടെങ്കിൽ നാസിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഗുജറാത്ത് റേഞ്ചിലേക്കാണ്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു നമ്മളുടെ. ഇപ്പം ഇനിയിപ്പോൾ ഇനി പുതിയതായിട്ടുള്ള ഒരു ലോറി പർച്ചേസ് ചെയ്യാൻ ഒരു പ്ലാൻ ഉള്ളത്? ഇപ്പം പ്രസന്റ്ലി ഇന്നലെ 4 എണ്ണം നമ്മൾ പർച്ചേസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4 എണ്ണം നമുക്ക് 4 എണ്ണം കൂടെ പർച്ചേസ് ചെയ്യാൻ. 2 ഭാരത് ബെൻസും 2 ലൈലൻഡ്. അതിന് തൊട്ട് മുമ്പ് പർച്ചേസ് ചെയ്തത് ടാറ്റയാണ്. ഓക്കെ. അപ്പൊ ഇനി കുറച്ച് കോൺട്രവേഴ്സി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ കിടക്കാം. ടാറ്റ, ഭാരത് ബെൻസ്, ലൈലാൻഡ് എല്ലാം ഇതിലാണ് എങ്ങനെയാണ് പറ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും. വിഷ്ണു, ഞാനൊരു ബോഡി ബിൽഡറും കൂടിയാണ്. എനിക്ക് ബോഡി വിട്ടാലും വണ്ടി വിട്ടാലും കഞ്ഞി പിടിക്കാൻ പറ്റും. പക്ഷേ എന്നോട് ഇത് കസ്റ്റമേഴ്സ് കൂടുതൽ നമ്മളായിട്ട് ഒരു സ്നേഹമുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ള കസ്റ്റമേഴ്സ് കൂടുതലും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷമുണ്ട്. നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് എടുക്കുന്നത്, നമ്മൾ ഏത് റൂട്ടിലേക്ക് ഓടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാത്തിൻ്റെയും പെർഫോമൻസ് മാറും. പിന്നെ BS6 വന്നപ്പം ഞാൻ പേരെടുത്ത് പറയില്ല, ഭയങ്കര കോൺട്രവേഴ്സി. ഇപ്പം പേരെടുത്ത് പറയില്ല. പക്ഷേ ഒരു 2 OEMs ഒഴിച്ച് ബാക്കി 3 OEMs നമുക്ക് റെഗുലർലി അവൈലബിൾ ആയിട്ടുള്ളവര് കൺസിസ്റ്റന്റ് പെർഫോമൻസും നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതുമാണ്. ഓക്കെ, കുഴപ്പങ്ങളൊന്നും ഇല്ല ആക്ച്വലി. മനസ്സിലായി. ഏതായാലും ഞാനത് ബാപ്തു പറഞ്ഞത് തന്നെ കൂടിപ്പോയത് ഞാനിപ്പോൾ ആലോചിക്കുക ആക്ച്വലി. പക്ഷെ പിന്നെ അതിനകത്തും ഇപ്പം പ്രശ്നമുള്ള ആൾക്കാരും അവരുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യും. അതെ. ഇപ്പൊ ചെറിയ ലോക്കൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 എണ്ണത്തിൽ അവരുടെ വണ്ടികളാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ലോങ് റൂട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ടൈം വരുമ്പോഴേക്കും പ്രശ്നം വരും. നമുക്ക് ഡൗൺ ടൈം നേരത്തെ പറഞ്ഞില്ല, 2 ദിവസം ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ EMI അടയാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിനകത്തൊരു സ്കോപ്പില്ല. പക്ഷെ ഈ പറഞ്ഞ ബാക്കിയുള്ള ബ്രാൻഡുകൾക്കെല്ലാം തന്നെയും ഓൾമോസ്റ്റ് ഒരു ക്വാളിറ്റി ഉണ്ട്. മൈലേജ് ഓൾമോസ്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ 3 പേർക്കും കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, എപ്പോഴും ഭാരത് ബെൻസ് ഒരു പടി മുമ്പിലാണ് ഉറപ്പായിട്ട്. അവർ ആ ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരു നല്ല കാര്യമാണ്. കാരണം മാർക്കറ്റിൽ ബാക്കിയുള്ളവരും ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ സുപ്പീരിയർ പ്രൊഡക്റ്റ്. അപ്പോൾ ബാക്കിയുള്ളവർ അതിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഭാരത് ബെൻസ് ഇപ്പോൾ എടുത്തോളൂ. ഞാൻ ആദ്യമേ പർച്ചേസ് ചെയ്ത് 2 ഭാരത് ബെൻസ് ആയിരുന്നു. അതിനുശേഷം ബാക്കിയെല്ലാം എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും ഭാരത് ബെൻസ് എടുത്തോളൂ. അതെ, അപ്പോൾ ആ വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ. ഭാരത് ബെൻസിനോടൊപ്പം തന്നെ എത്തുന്ന രീതിയിൽ ബാക്കിയുള്ളവർ അവരുടെ പ്രൊഡക്ട്സിനെ കൊണ്ടുവരും എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്നോട് പലരും ചോദിക്കും ഭാരത് ബെൻസ് ഇപ്പോൾ പുതിയ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആളുകൾക്ക് എപ്പോഴും ചോദിക്കും ഭാരത് ബെൻസ് എടുക്കുക. അപ്പം ഞാൻ അവരോട് പറയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഭാരത് ബെൻസ് എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സെക്കൻഡ് ലൈലാൻഡോ അല്ല ടാറ്റോ പോലത്തെ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഭാരത് ബെൻസ് എടുത്തു കഴിഞ്ഞാലുള്ളൊരു EMI ഒരു അടവിൻ്റെ സീനാണ് ഏറ്റവും എല്ലാവരും പ്രധാനമായിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. പക്ഷേ അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് ശരിക്കും പറയാൻ നമുക്ക് അത്രയും ഒന്ന് ഷോറൂമിൽ ചെന്ന് കയറേണ്ടതായിട്ടോ നമ്മളുടെ സമയം നഷ്ടമോ ആക്കിയായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും. അതെ, എൻ്റെ 2 വണ്ടി ഇപ്പം 2 വർഷത്തോളമായി ഇന്ന് വരെ ഷോറൂമിൽ കയറിയിട്ടില്ല. നോർമൽ റെഗുലർ സർവീസ് എന്നല്ലാതെ വേറെ ഒരു പ്രാവശ്യം പോലും സർവീസിൽ കയറിയിട്ടില്ല. അപ്പോൾ അവർ അതിൻ്റെ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഡൈംലറാണ്, അത്ര വർഷത്തെ
പരിചയമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയാണ്. തീർച്ചയായിട്ടും പലപ്പോഴും പറയുവാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം പറയുവാണെങ്കിൽ അവരതിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് അവരത് തീർക്കാൻ അതെ ശ്രമിക്കും. അതെ അതെ അതെ. അത് വളരെ വലിയൊരു കാര്യമാണ്. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനികളുടെ ഒരു ചെറിയ പ്രശ്നമാണ്. നമ്മൾ പൊതുവെ ഇച്ചിരി സ്ലോ ആണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു OEM ടാറ്റയിൽ തന്നെയാണ്. ആക്ച്വലി ടാറ്റയിൽ ഞാനിത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവർക്കത് ആഗ്രഹമുണ്ട്, അവരത് അഡ്രസ്സ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ പറയുന്ന മേളിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഓരോ ലെവൽ ഹൈറാർക്കി വെച്ച് കൺവിൻസ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു സമയമാവും. സമയം അതെ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കുറെ കൂടെ സ്പീഡപ്പ് ആയി. സ്പീഡ് ബാക്ക് ചിലപ്പോൾ നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ കേസ് പറഞ്ഞാൽ പോലും അതെ അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുമ്പോഴത്തേനും അത് കൺഫേം ആയിട്ട് മാറ്റി ഉറപ്പായിട്ടും. അവരിറങ്ങുന്നുള്ളൂ. അതെ. അത് ഞാൻ പലപ്പോഴായിട്ട് ആ ഒരു aggression ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാവരിലും എല്ലാവർക്കും. അപ്പം അത് ഇതിനകത്തെ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഈ ഇപ്പം സർവീസ് സെൻ്ററുകളിൽ ചെല്ലുന്ന സമയത്ത് ഡ്രൈവർമാർക്കുള്ള കിടക്കാനുള്ള സൗകര്യം അവർക്കുള്ള കാര്യം ഭാരത് ബെൻസ് കൊടുത്തു തുടങ്ങിയ സമയത്ത് തൊട്ടാണ് ശരിക്കും പറയാം ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇത്. അതെ അതെ ഇപ്പം നമുക്ക് പണ്ടൊക്കെ ഓരോ ഷോറൂമിൽ ചെന്ന സമയത്ത് ഇപ്പം അതിപ്പോൾ ഏത് ബ്രാൻഡാന്ന് പറഞ്ഞാലും ഷോറൂമിൽ ചെന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് അതേസമയം ഡ്രൈവർമാർക്ക് കിട്ടുന്ന ഒരു പിന്നെ വിലയെന്ന് പറയുന്നത് വളരെ വലിയ രീതിക്ക് ഡ്രൈവിംഗ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഭയങ്കര മോശമായിട്ടുള്ളൊരു പ്രൊഫഷനായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നു. അത് തന്നെ നേരെ മറിച്ച് ഡ്രൈവർമാരില്ലെങ്കിൽ നമുക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇന്നിവിടെ കേരളത്തിൽ തന്നെ നോക്കുവാണെങ്കിൽ 1,00,000 1,50,000 രൂപ വരെ മന്ത്ലി മേടിക്കുന്ന ഡ്രൈവർമാരുണ്ട്. ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഒരു വണ്ടി ഞാനങ്ങ് ഓടിച്ചാൽ. അത് തന്നെ കാരണം എനിക്ക് ചില മാസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്നതിന്റെ കല കൊണ്ട് ഉണ്ടാക്കുന്ന ഡ്രൈവർമാരുണ്ട്. ഉണ്ട്. അത് ഉറപ്പായിട്ടും ഉണ്ട്. ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ടിപ്പേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഓട്ടോ ഉള്ള സമയത്താണ് 1-1,50,000 രൂപ വരെ ഓടിയെടുക്കുന്ന ഡ്രൈവേഴ്സ് ഉണ്ട്. അതെ 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 അപ്പൊ അത്രയും ഹെവി റേഞ്ചിലേക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ പുതിയ വണ്ടികളെല്ലാം സംബന്ധിച്ചോളം എയർ സീറ്റും AC ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് ഭയങ്കര വലിയൊരു ഘടകമാണ്. തീർച്ചയായിട്ടും അവരാണ് ഇതിരുന്ന് നമുക്കറിയാം. ഇപ്പൊ നമ്മളൊരു കാർ എടുത്ത് ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ഓടിക്കുമ്പോൾ എന്തോരം ഉണ്ടായിട്ടോ. അത് തന്നെ അവൻ ഇവിടുന്ന് 2000 കിലോമീറ്റർ ഇൻഡോർ വരെ എത്തണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ഒരു മാസം അവൻ ഓടിക്കുമ്പോൾ അവന്റെ അവസ്ഥ തന്നെ ആയിരിക്കും. അല്ല അത് ഞാനൊരു 4-5 വർഷം മുന്നേ നമ്മൾ ഈ ട്രക്ക് ലൈഫിന്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ നമ്മുടെ അല്ലാത്ത വണ്ടികളൊക്കെ യാത്ര ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേനും ഞാനിങ്ങനെ പറയുമായിരുന്നു ഭാരത് ബെൻസിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ലെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ പലരും ഇപ്പം ഈ വികാരം കൊണ്ട് അതങ്ങനെ ഇങ്ങനെയാന്ന് പറയുന്ന പോലല്ല. റിയൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവർ അനുഭവിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഏറ്റവും പൈൽസ് പോലത്തുള്ള അസുഖങ്ങൾ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പം നമ്മുടെ ഡൽഹിയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കംഫോർട്ടുള്ള രീതിയിൽ AC ഉള്ള വണ്ടിയാണ്. നമ്മൾ ഇവിടുന്ന് മംഗലാപുരത്തിനൊക്കെ ഒറ്റ വിഴിയിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. അപ്പം അത്രയും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഇവരുടെ ഒരു കംഫോർട്ട് എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും പപ്പയ്ക്ക് ഇപ്പോഴും ബാക്കിന് പ്രശ്നമുണ്ട്. പെയിനാണ്. കാരണം പപ്പ ഞാൻ പറഞ്ഞില്ലേ ഡ്രൈവറായിട്ട് ഇരുന്ന് അന്നത്തെ സീറ്റ് നമുക്ക് ഊഹിക്കാവുന്നുള്ള എങ്ങനെയായിരിക്കും പുള്ളി ഓടിച്ചെന്നൊക്കെ ആലോചിക്കാൻ. അത് തന്നെ അത് മറ്റേ വള്ളി പോലെ കെട്ടിയിട്ട് അതിന്റെ പുറകില് ചാരു അങ്ങനത്തെ ഒരു സാധനം. അതെ അതെ. പുള്ളി വരെ തോർത്തൊക്കെ നനച്ച് തലയിലൊക്കെ കെട്ടി അങ്ങ് വെക്കും. കാരണം AC എന്ന് പറഞ്ഞ സാധനം ഒന്നുമില്ല. ഞാനിപ്പം എടുക്കുമ്പോൾ മാൻഡേറ്ററി AC ഉള്ള വണ്ടി എടുക്കുള്ളൂ. കാരണം ഇതുപോലെ ചൂടത്ത് നമുക്ക് കാറിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ട്രക്കിനകത്ത് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന അവരുടെ അവസ്ഥ. അല്ല അതിപ്പോ നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു വഴി ചോദിക്കാൻ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ടല്ലേ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇറങ്ങി തിരിച്ചു നമുക്ക് കയറാൻ പറ്റത്തില്ല. അത്രയധികം പ്രശ്നമാണ്. ഞാനിപ്പോൾ ഈ ഡൽഹിയിൽ നിന്നൊക്കെ ആ ഒരു സമയത്തൊക്കെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് അന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുകയല്ലേ വണ്ടി ഇരിക്കുകയാണെങ്കിൽ നമുക്കത് മാത്രം നോക്കിയാൽ നമ്മൾ ഈ വണ്ടിയുടെ കൂടെ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തന്നെ വണ്ടി നോക്കണം, വീഡിയോ നോക്കണം. വരുമോ അപ്പോൾ ഈ സമയത്തൊക്കെ ക്രിയേറ്റിവിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അത് എനിക്കങ്ങ് പ്രാന്ത. മനസ്സിലായി. ഈ വണ്ടി ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്കങ്ങ് പിന്നെ അതിൻ്റെ ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പുതിയൊരു ക്യാമറ മേടിച്ച് ഒരു 1,00,000 രൂപ അടുപ്പിച്ച് ഒരു ലെൻസാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറ കൊണ്ടാണ് ഞാൻ പോകുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഇതുപോലെ ലെയ്ലാൻഡിൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് ഹൈവേക്കടെ വെടിയും തീം പോലെ പോവുക. അപ്പം ഇപ്പുറത്ത് എനിക്ക് തോന്നുന്നൊരു 80-90-100 കിലോമീറ്റർ സ്പീഡിലും കണ്ടത് വണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. അത്രയും പൊക്കോണ്ടിരുന്നിട്ട് എന്തോ ഒരു സംഭവം വന്നപ്പോൾ വണ്ടി ചവിട്ടിയതാ. ഈ ലെൻസും എൻ്റെ ക്യാമറയും കൂടെ നേരെ ചെന്ന് ഗ്യാസ് കുറ്റിയുടെ മണ്ടയ്ക്കോട്ട് നേടിച്ചു. എന്നിട്ട് ഫ്രണ്ടിലെ ഫിൽറ്റർ ഇട്ടിരിക്കുന്നുണ്ട്, ഫിൽറ്റർ പൊട്ടിയിട്ട് ലെൻസ് ചെറിയൊരു
പോലെ വീണു. നമ്മൾ അവിടെ ക്വാളിറ്റി എടുക്കാൻ ശ്രമിക്കുമ്പം ഇവിടെ നമുക്കിപ്പോൾ പറയുന്ന ഭയങ്കര വലിയായിട്ടുള്ള ഇഷ്യൂ വരും. അപ്പം ഇവിടെ ഇത് പോകുമ്പോഴത്തേനും നമ്മുടെ ടെൻഷൻ, അപ്പോഴത്തേന് ഈ ടെൻഷൻ മുഖത്തുനിന്ന് മാറ്റിയിട്ട് ഇത് മാറ്റിയിട്ട് വേണം അടുത്ത വീഡിയോ നമുക്ക് അവിടെ ചെയ്യാൻ, ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂട്ടത്തിൽ അയ്യോ അത് നമ്മള് അത് ഭയങ്കര സീനാണ്. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഈ ചില ഡ്രൈവർ ചേട്ടന്മാരൊക്കെ വരുമ്പോഴത്തേന് സിംഗിൾ ആയിട്ട് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുറങ്ങാൻ നേരപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ഞാൻ ചിലപ്പം ഗ്ലാസ്സിലൊക്കെ ഈ ക്യാമറ ഒട്ടിച്ചു വെച്ചിട്ട് ഞാൻ ഇപ്പറ ഇരുന്ന് മൈക്കൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. അപ്പൊ അത് നമ്മളെ അതന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിനെ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ അനുഭവിച്ചത് നമുക്ക് ഈ വണ്ടിക്കകത്തിരുന്ന് പുഴുകും നമ്മളങ്ങ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോയി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ആദ്യത്തെ ട്രിപ്പ് ഭാരത് ബെൻസിൽ പോയി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ അടുത്ത വേറെ വണ്ടിക്ക് പോയി കഴിയുമ്പോഴത്തേനുള്ള ഒരു വ്യത്യാസം. പക്ഷെ പെട്ടെന്ന് ഒരു മാറ്റവും വരുത്തി കേട്ടോ. ഇപ്പൊ ടാറ്റയൊക്കെ ഭാരത് ബെൻസ് വന്നു കഴിഞ്ഞപ്പോൾ ആ സീറ്റിന്റെ ആയിരുന്നു തന്നെ പറഞ്ഞല്ലോ, ടപ്പ് 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 എന്ന് പറഞ്ഞ ഒരു വ്യത്യാസം വരുത്തി. പ്രൈമൊക്കെ ഓടിക്കാൻ അത് രക്ഷയില്ലാത്ത. സത്യം പറഞ്ഞാൽ ഭാരത് ബെൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത് നല്ലൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ചേഞ്ച് വരത്തില്ല. അത് ഇതിനകത്ത് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നോർത്ത് സൈഡിലേക്ക് അത്ര മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ നമ്മുടെ ഭയങ്കര അടുത്ത സുഹൃത്താണ് മറ്റേ ഗിൽബോഡി. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും പുള്ളിക്കാരൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നെയ് വിഷ്ണുബായ്, ഇവിടെ ഒന്നും നടക്കത്തില്ല, ഇവിടെ ബോഡി കെട്ടിയേ മാത്രമേ ഇവിടെ പരിപാടി നടക്കത്തുള്ളൂ. അപ്പം എന്നിട്ട് അവര് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ബോഡി കിട്ടിയിട്ട് അതിനകത്ത് എസ് വെച്ചോളം പറയും. മനസ്സിലായി. എന്നിട്ട് അങ്ങനത്തെ പരിപാടി അവർക്ക്. അത് പക്ഷേ വിഷ്ണു നമുക്ക് ശരിക്കും അറിയില്ല. നമുക്ക് വേറൊരു കമ്പനി ഷിപ്നെക്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിളിക്കുന്ന ട്രക്സ് ആണ് നമ്മളുടെ ട്രക്സ് കവർ ചെയ്യുന്നതും. ഇപ്പോൾ ഈ AC അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഫീച്ചേഴ്സ് കൊടുക്കുന്ന ട്രക്സ് ഇവിടെ നിന്ന് ഡൽഹി വരെ പോകാൻ എടുക്കുന്ന സമയവും ഇവരുടെ ട്രക്ക് ഡെലിവറി എടുക്കാൻ പോകുന്ന സമയവും തമ്മിൽ ആനയാട് തമ്മിൽ സ്വാഭാവികമായിട്ടും ഉണ്ട്. അപ്പം അവരെന്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് മാറാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളത് മാറിയോണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ അഡ്വാൻറ്റേജാണ്. നമ്മുടെ ട്രക്സ് പ്രിഫേർഡ് ആണ് പുറത്തേക്ക്. നമ്മൾ പെട്ടെന്ന് ഓടിയെത്തും. അതെ, പെട്ടെന്ന് ഓടിയെത്തും. കൂടുതലാണ് നോക്കും. മറ്റൊന്നാണ് ഡ്രൈവർമാർ ചിലപ്പോൾ ഫോൺ പോലും എടുക്കത്തില്ല. എന്നെ അടുത്ത് നല്ലോണം മലച്ചതാ. ഞാൻ അതുപോലെ പാതിരാത്രി മുഴുവൻ ഇവിടുന്ന് ബോംബെയിൽ നിന്ന് വന്ന് നല്ലൊരു കസ്റ്റമർ ആയിരുന്നു എന്റെ. പുള്ളിനെ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു. ഒരു MH വണ്ടിയായിരുന്നു. അപ്പം പുള്ളി ഇവിടെ 4ാമത്തെ ദിവസം എത്തേണ്ട വണ്ടിയാ. 13ാമത്തെ ഇവിടെ G20 ഇവന്റ് നടന്നായിരുന്നു. 13ാമത്തെ ദിവസമാണ് അവനിവിടെ എത്തിയത്. ഞാൻ വണ്ടി എടുത്ത് തേരാ പാര അവനെ ആലോചിച്ച് നടക്കുക എവിടെയാ എന്താന്നൊക്കെ. എന്നിട്ട് അവസാനം ഞാൻ പെരുമ്പാവൂരിട്ട് പിടിച്ചാനെ. അവനകത്ത് വേറെ എന്തൊക്കെയോ സാധനമൊക്കെ കയറ്റിക്കൊണ്ട് വന്ന് അവിടെയൊക്കെ ഇറക്കി. ആ കസ്റ്റമർ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് കുറച്ച് പൈസ കട്ട് ചെയ്തിട്ട് ബാക്കി തിരിച്ചു വന്നു. പക്ഷേ എന്നോട് പറഞ്ഞു, ക്ലൈവേ മറന്നേക്കിനി നമ്മൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ഇനി ഉണ്ടാവില്ല ഒരൊറ്റൊരു വണ്ടിക്കാരൻ കാരണം. പക്ഷെ അത് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കും, ഇനി തിരിച്ചു പിടിക്കണം, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല, തിരിച്ചു പിടിക്കണം. പക്ഷെ എന്തായാലും മനസ്സിലായി, അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ മൈസൂരിൽ നിന്നൊക്കെ നമ്മൾ സിംഗിളായിട്ട് ചിലപ്പോൾ ലോഡ് എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ മറ്റു വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ സമയം വളരെ പെട്ടെന്ന് നമ്മൾ വണ്ടി ഓടിയെത്തും. നമുക്ക് ഈ പറഞ്ഞ വലിയ ക്ഷീണം വരുന്നില്ല, ഇത് വരുന്നില്ല. ഇപ്പം നമുക്ക് ഉറങ്ങുവാണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മൾ എണീക്കുന്ന രീതി നമ്മൾ തിരിച്ചു വരാം. കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം അവർ ഈ പറയുന്ന ചൂടും ഇതും എല്ലാം അനുഭവിച്ച് വരുമ്പോൾ ഭയങ്കര പാടാ. റെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ അവന് വേറെ. പക്ഷെ എന്നാലും 13 കുറച്ച് ഭയങ്കര അത് അതിക്രമമാണ്. അതെ. അപ്പൊ അവനോട് ഞാൻ പറയുകയും ചെയ്തു, മോനെ നീ കാരണം എനിക്ക് നല്ലൊരു കസ്റ്റമർ നഷ്ടപ്പെട്ടു, അപ്പൊ പൈസ നീ മറന്നേക്കാൻ പറഞ്ഞു. അല്ലാതെ എന്നാ പറയാ, ഒരു പ്രാവശ്യമെങ്കിലും അവനേക്ക് ആരെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കണ്ടേ. എന്റെ പൊന്നുവിഷ്ണു, ഞങ്ങളുടെ അകത്ത് G20 ഇവന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി വിളിച്ച് അതുപോലത്തെ ഡെലിഗേറ്റ്സ് വരുന്ന ഇവന്റാ. അവർക്ക് ഇരിക്കാനുള്ള കസേര വരെ ആ വണ്ടിക്കകത്തായിരുന്നു. അവസാനം അത് ഇവിടെ പുതിയത് ഉണ്ടാക്കി എടുക്കേണ്ടി വന്നു. എന്റെ പൊന്നെ. അപ്പൊ പക്ഷെ ഇതൊന്നും അവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ബൈ ഹോഗയ അത്ര പറയുള്ളൂ. അവനെന്താ എന്ന് പറയാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ബൈ ഹോഗയ, പൈസ നീ ഹോഗയ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ ഫ്യൂച്ചർ ഓഫ് ട്രക്സ് എന്നുള്ള സെഗ്മെന്റിലേക്ക് നടക്കാം. ശരിക്കും ഇപ്പം ഒരു 2-3 വർഷമായിട്ട് നമ്മളിപ്പം LNG CNG EV ട്രക്സ് എന്നുള്ളൊരു മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ട്രക്ക് വരുന്ന സമയത്ത് അല്ലെ ബസ്സൊക്കെ വരുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ഒരു അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോഴത്തേന് കുറേയധികം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് പരമായിട്ടുള്ളതും സെൻസർ പരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പം ആദ്യം എങ്ങനെയായിരിക്കും നമ്മൾ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ മുന്നോട്ടുള്ള ഈ ഒരു ട്രക്കിംഗ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഇതിനെപ്പറ്റി പറയുകയാണെങ്കിലും പിന്നെ ഒരു ലോഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി ബിൽഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിലും EV ആണോ ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ
നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം EVക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബാറ്ററി പാക്ക് ഒരു വലിയ ഇഷ്യൂ ആണ്. ഈ പറയുന്ന ഒരു കാറിൽ വെക്കുന്ന നമുക്കൊരു 300 അല്ലെങ്കിൽ 400 അല്ലെങ്കിൽ മാക്സിമം 500 കിലോമീറ്റർ റേഞ്ച് വരെ കിട്ടുന്നതിന് തന്നെ അത്യാവശ്യം വലിയൊരു ബാറ്ററി പാക്ക് നമ്മൾ വേണം. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടുന്ന ട്രക്കിന് എന്തോരം വലിയ ബാറ്ററി പാക്ക് നമ്മൾ വെക്കണം എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഹൈഡ്രജൻ ബേസ്ഡ് ഫ്യൂൽ ആണോ, EV ആണോ, അല്ലെങ്കിൽ CNG ആണോ എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി ഇപ്പം കുറേ അധികം ഈ LNG ട്രക്സ് ഇപ്പം നമ്മളിപ്പം കൊച്ചി നോക്കിക്കഴിഞ്ഞാൽ കുറേ എണ്ണം നോർത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്, ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അതെ അതെ. അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്കൊന്ന് നിതിൻ ഗഡ്കരി നമ്മുടെ ഇതിൻ്റെ സമയത്ത് വന്നപ്പോഴത്തേന് പുള്ളി പറഞ്ഞത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിലേക്കാണ് ഫോക്കസിങ് എന്നുള്ളൊരു സംഭവം പറഞ്ഞു. ഇവിടെ ഈ റീസെന്റ് ഞാൻ എവിടെയോ വായിക്കുകയും ചെയ്ത് ഒരു പമ്പ് അവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുള്ളത്. ഇപ്പം വെച്ചാൽ ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിന്റെ ട്രക്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അദാനി, അംബാനി ഇവരുടെയൊക്കെ കയ്യിലാണ് ഇപ്പൊ നോർമലി ടെസ്റ്റിങ്ങിനായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും ക്ലൈവേന്റെ ഒരു കൺസെപ്റ്റിൽ? നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടി തന്നെ വരും ആക്ച്വലി എന്താണെന്നുള്ളത്. പിന്നെ ഉറപ്പായിട്ടും ഇന്നോവേഷൻ എന്തായാലും അതിനകത്ത് വരണം. കാരണം ഡീസൽ എനിക്ക് 2 പിള്ളേരുണ്ട്. നമ്മൾ കാണുന്നതാണ് എന്തോരം ചൂടാണ് ഓരോ വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവരുടെ തലമുറ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു തലമുറ സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മാറിയേ പറ്റുള്ളൂ. എത്ര പെട്ടെന്ന് മാറുന്നു, ഏത് സിസ്റ്റത്തിലേക്ക് മാറുന്നു എന്നുള്ളത് സെക്കൻഡറി. പക്ഷെ നമ്മൾ മാറിയേ പറ്റുള്ളൂ എന്തായാലും. മനസ്സിലായി. പ്രാക്ടിക്കലായിട്ട് എനിക്കും തോന്നുന്നത്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ തോന്നുന്നത് ഹൈഡ്രജൻ സെല്ലായിരിക്കാം പ്രാക്ടിക്കാലിറ്റി കൂടുതൽ തോന്നുന്നത്. കാരണം ഇലക്ട്രിക് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാറ്ററി, പിന്നെ അതിൻ്റെ നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുമ്പം അതിൻ്റെ പ്രശ്നങ്ങളും ഭയങ്കര കൂടുതലാണ്. ഈ കെമിക്കൽ ഡിസ്പോസൽ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കര വലുതാണ്. അതിനെപ്പറ്റിയൊന്നും ഇപ്പം ആരും അധികം സംസാരിക്കുന്നില്ല. പക്ഷെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി. കഴിഞ്ഞിടയ്ക്ക് നമ്മളുടെ ഒരു OEMന്റെ ഭയങ്കര വലിയൊരാളാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ എന്നോട് കണ്ടപ്പോഴത്തേന് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞ ഒരു 2, 3, 5 വർഷം കഴിയുമ്പോഴത്തേന് റോഡ് നിറയെ കേടായി കിടക്കുന്ന EV വണ്ടികൾ കാണാമെന്ന്. മനസ്സിലായി. തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് സാധ്യതയുണ്ട്. നമുക്കറിയില്ലല്ലോ, കംപ്ലീറ്റ്ലി പുതിയൊരു സിസ്റ്റത്തിലേക്ക് അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനൊന്നും നമ്മൾ ആയിട്ടില്ല ആക്ച്വലി. ഇനിയും കുറച്ചും കൂടെ മുമ്പോട്ടൊക്കെ പോയാലേ നമ്മൾ അറിഞ്ഞു തുടങ്ങുള്ളൂ. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ വളരെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പറഞ്ഞ പോലെ വലിയ കൊമേഴ്സ്യൽ വെഹിക്കിൾസിലേക്ക്, ഇലക്ട്രിക് സെഗ്മെന്റിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇത് ഇപ്പം ഇത് ഒരു കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. ഇത് സ്റ്റേബിൾ ആകുന്നത് വരെ ഇതിനിടയ്ക്ക് വരുന്ന ആളുകൾക്ക് അതൊരു വലിയ നഷ്ടമായിരിക്കും അല്ലേ? ഉറപ്പായിട്ടും. അതെ, ഉറപ്പായിട്ടും. അത് പിന്നെ പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം പപ്പ അങ്ങനത്തെ ഒരാളായിരുന്നു. പുള്ളി എക്സ്പെരിമെന്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ കുറെ എക്സ്പെരിമെന്റ്സ് സക്സസ്ഫുള്ളും ആണ്. അതുകൊണ്ടാണ് പുള്ളി ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പം എക്സ്പെരിമെന്റ്സ് നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. ആസ് എൻ ഓൺട്രപ്രണർ അല്ലെങ്കിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നോക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എക്സ്പെരിമെന്റ്സ് നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. റിസ്കുകൾ നമ്മൾ എന്തായാലും എടുക്കേണ്ടി വരും. ഞാൻ ഇന്ന് രാവിലെ ഈ വിഷ്ണുവിന്റെ വെയിറ്റിംഗ് റൂമിൽ ഇരുന്നപ്പം അവിടെ ഇലക്ട്രിക് ടിപ്പറിന്റെ ഇത് കണ്ടപ്പോൾ ആലോചിക്കുമായിരുന്നു, ദാറ്റ് വുഡ് മേക്ക് ഹ്യൂജ് ഇമ്പാക്ട്. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടി ലാഭം നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പം ഒരു ലാഭം ഉണ്ടാക്കുന്നില്ലെന്നെങ്കിൽ ലാഭത്തിലേക്ക് മാറാൻ അത് നമ്മളെ സഹായിക്കും ആക്ച്വലി. അതേപോലെ ഓട്ടോണോമസ് വെഹിക്കിൾസ്, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ഒരുപാട് ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഡ്രൈവർമാരുടെ പ്രോബ്ലംസ് അത് ആക്ച്വലി ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ EV ടിപ്പേഴ്സ് ഭയങ്കരമായിട്ടാണ് ഇപ്പം നമ്മൾ നോക്കുക. പ്രത്യേകിച്ച് ഈ റോഡ് കൺസ്ട്രക്ഷൻ്റെ ഒക്കെ വർക്കിനകത്ത് കുറേ അധികം EV ടിപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെക്കാട്ടി ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പല മൈൻസിലും EV വലിയ ഡംപ് ട്രക്സ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. അതെനിക്ക് പുതിയ അറിവാണ് ആക്ച്വലി. പല മൈൻസിലും EV ഡംപ് ട്രക്സ് ഉണ്ട്. ഓക്കെ. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ചോളം മാക്സിമം എല്ലാം കൂടെ ഒരു ദിവസം ഓടുന്നത് 30-40 കിലോമീറ്റർ ആണുള്ളൂ. അത്രേ ഉള്ളൂ. മനസ്സിലായി. മറ്റേത് ഓടുന്നതിൻ്റെ 3 ഇരട്ടി വേഗത്തിൽ ഇതിന് കയറി ചെല്ലാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ചെറിയ രീതിക്ക്. കാരണം ചിലപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഇതുപോലെ ഒരു നോർത്തിലുള്ളൊരു വലിയൊരു ടീംസിനെ കണ്ടപ്പോഴത്തേന് അവർ 3-4 വലിയ ഡംപ് ട്രക്സ് ആണ് EV സെഗ്മെന്റിലേക്ക് അവർ എടുത്തിരിക്കുന്നത്. മനസ്സിലായി. അപ്പം 2 രീതിക്കാണ് നിൽക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേന് ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഉറപ്പായിട്ടും. അതെ. ഇപ്പുറത്തെ സൈഡ് വേറൊരു രീതിക്ക് നിൽക്കുന്നു. ഈ ശരിക്കും പറഞ്ഞ വിഷ്ണു, എൻ്റെ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് EV ട്രക്സ് നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റണമെന്നാണ്. കാരണം ഇന്നിപ്പോൾ ഡീസൽ അടിക്കുന്ന പ്രൈസ് നമുക്ക് തീരെ മുതലാവാത്തൊരു പ്രൈസ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ബാക്കിയൊന്നും ഇല്ലാത്തത്. കാരണം ഡീസലിന്റെ പ്രൈസ് മേളിലേക്ക് കയറി പോകുന്നു, ഫ്രൈറ്റ് അതേപോലെ തന്നെ നിൽക്കുന്നു. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ചേഞ്ച് അതിനകത്ത് വരുന്നുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ക്ലൈവേട്ട് മുമ്പേ പറഞ്ഞ പോലെ ഏകദേശം ഒരു 20% നമ്മുടെ ടോളിന് പോകുന്നു.
ഡ്രൈവറിൻ്റെ ശമ്പളം, അതെ. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡീസൽ, പിന്നെ അല്ലറയില്ലറ ചിലവുകൾ, ടയർ, സർവീസ്, FC, ഇൻഷുറൻസ്, അതൊക്കെ കൂടെ നോക്കിക്കഴിഞ്ഞാണല്ലോ സത്യം പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. പിന്നെ ഇത് നേരത്തെ വിഷ്ണു പറഞ്ഞില്ല, ഇതൊരു പാഷനാണ്, നമുക്ക് വണ്ടിയോടുള്ളൊരു പാഷൻ, അതുകൊണ്ട് പോകുന്നതാണ്. ചിലരെ എന്നെ വിളിച്ചേക്കും, വിഷ്ണുഭായി നമുക്ക് ഞാനൊരു ലോറി എടുക്കാൻ പോവാണ്, അപ്പോൾ ഞങ്ങൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ ദുബായിലാണ്, എനിക്കിപ്പോൾ ഒരു 1,00,000 രൂപ സാലറി ഒക്കെ ഉണ്ട്, ഞാൻ സുഖമായിട്ടാണോ ഉറങ്ങുന്നത്? അതെ, സത്യം അല്ലേ? ഞാൻ നമ്മൾ ഈ ലോറിക്ക് പക്ഷെ വിഷ്ണു നമ്മളിത് പറയുമ്പോൾ ചിലർ വിചാരിക്കും നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയാണ്. ഞാനപ്പോ ആദ്യമേ അത് പറഞ്ഞു, ഞാൻ നിരുത്സാഹപ്പെടുത്തുമല്ല, എനിക്ക് ഉറക്കമില്ല. അതന്നെ സത്യം. അതല്ല, ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിലേ, അതായത് ഈ രാത്രി നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഞെട്ടിയാ ഫോൺ എടുക്കുന്നത്. അതെ 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 സത്യം. എന്ത് വള്ളിയാന്നോർത്ത് ഞെട്ടി ഫോൺ എടുക്കുന്ന സമയങ്ങളാണ് ഉറപ്പായിട്ടും. വിഷ്ണു മിനിഞ്ഞാന്ന് രാത്രി വെളുപ്പിനെ 2:30 എനിക്കൊരു കോള്, ഇതേപോലെ ലൈലൻഡെന്ന് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ലൈലൻഡിന്റെ സർവീസിന് ഞാൻ വിചാരിച്ചു എന്താണ് പണി, കാരണം എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നതാണ് കംപ്ലൈന്റ്. തീർന്നു, പരിപാടി തീർന്നു വെച്ചാൽ ഞാൻ അവനോട് സാറേ ബില്ല്, നീ പറ്റിട്ട് രാവിലെ തരാം ബില്ല്. അതേ അവസ്ഥയിലാണ്. എന്താ സംഭവിക്കുന്ന അറിയില്ല. ടയർ പൊട്ടുന്നു, ഈ ഇങ്ങോട്ട് വരുന്ന വഴി 2 ടയർ വെറുതെ അങ്ങ് പൊട്ടിയത്. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, അതിലൊക്കെ പൊട്ടാൻ തോന്നി, അതങ്ങ് പൊട്ടി. ഈ മേഖലയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഉറക്കം ഉപേക്ഷിച്ചിട്ട് വരുന്നത്. തീർച്ചയായിട്ടും. ഞാൻ അപ്പം നമ്മളോട് അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, അതാണ് നമുക്കൊരുപാട് ലാഭം, വേറെ ആരും പറഞ്ഞാൽ. അതുപോലെ ക്ലാസിക് എക്സാമ്പിൾ, ഇതുപോലെ ഒരു ഞമ്മളുടെ പേരും ബിസിനസ് ഒന്നും പറയുന്നില്ല, പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ കൊപ്ര അങ്ങനത്തെ ഒന്ന് ബന്ധപ്പെട്ട സംബന്ധിച്ചു, ഞങ്ങൾ പൊന്നു ചേട്ടാ, നിങ്ങൾ പഴയ രീതിയിലൊരു വണ്ടിയുടെ അല്ലെ, നിങ്ങൾ ആദ്യത്തെ ഒരു 6 മാസം നിങ്ങൾ പുറത്തുനിന്ന് വണ്ടി വിളിച്ചു വിടാം എന്നിട്ട് നിങ്ങൾ പണി. പുള്ളി ജമ്മം ചെയ്താൽ കേൾക്കത്തില്ല. പുള്ളി പോയി പുതിയൊരു ഭാരത് ബെൻസിൻ്റെ 6 വീല് വണ്ടി എടുത്തു. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ വണ്ടി എടുത്തു. ഞാൻ പറഞ്ഞു, അത് വേണോ, അത് ഒന്ന് ബുക്ക് ചെയ്തെല്ലാം സെറ്റായി. പുള്ളി പറഞ്ഞു എവിടെ ബോഡി കെട്ടണം. അപ്പോൾ ഞാൻ 2-3 ബോഡി ഷോപ്പിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി അവിടെ പോയി ബോഡി കെട്ടി. 3 മാസം കഴിഞ്ഞപ്പം ആ വണ്ടി CC അടയ്ക്കാൻ പറ്റാതെ കിടക്കുന്നു. ആദ്യത്തെ മാസത്തെ അടവ് ഏതാണ്ട് 80-70 99% പുള്ളി ഫിനാൻസ് ഇട്ട് എടുത്തതാണ്. 3 മാസം ഒന്ന് ആലോചിച്ചോണം. അതായത് 2 മാസം ഓടിക്കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പുള്ളിയുടെ പരിപാടി അവിടെ ക്ലോസ് ആയി. അപ്പം ഇങ്ങനെ വണ്ടിയോട് ഭ്രാന്ത് മൂത്ത് ഇതിനകത്ത് കൊണ്ട് ഫണ്ട് കളഞ്ഞ ഒത്തിരി ആൾക്കാർ, ഒരുപാട് ആൾക്കാർ. ഞാൻ ഈയിടെ ഒരു കസ്റ്റമറിനോട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞു, ഞാൻ പെട്ടുപോയേട്ടാ, ഞാൻ ആത്മഹത്യനെ പറ്റി വരെ ആലോചിച്ചു, എനിക്ക് വേറെ നിവർത്തിയില്ലാണ്ട് വന്നു. പക്ഷെ പുള്ളി ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇല്ല ഞാൻ തോറ്റു കൊടുക്കൂല, പക്ഷെ അത്രമാത്രം സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ചേട്ടാ എന്നാലും പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പുതിയ വണ്ടി എടുക്കുന്നു, ഈ 70,000 രൂപ 80,000 രൂപ വെച്ച് 6 വീൽ എങ്ങനെ ഓട്ടം കിട്ടും പോലെ. അതെ അതെ അതെ. ഒരു 40,000 രൂപ ആണെങ്കിൽ നമുക്ക് പിന്നെ ഓക്കെ, ഒരു CC റേഞ്ചിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഈ 80 രൂപയൊക്കെ എങ്ങനെ അടയ്ക്കും? അതെ അതെ അതെ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടയർ, അത് ഇത് ആദ്യത്തെ ഒരു 1.5 വർഷത്തോളം ടയറിൻ്റെ കാര്യമൊക്കെ വേറെ വള്ളിയൊന്നുമില്ല. ഇതങ്ങോട്ട് തുടങ്ങി ടയർ അങ്ങോട്ട് മാറി തുടങ്ങുമ്പോഴത്തേക്കാണ് 25,000 വെച്ച് പൊട്ടുന്നതിന് യാതൊരു കണക്കില്ല. അപ്പോൾ ഈ 6 വീൽ എടുക്കുന്ന ആൾക്കാരോട് മാക്സിമം ഞാൻ പറയും, ഞാൻ നിങ്ങളെ തളർത്താൻ വേണ്ടി പറയുന്നല്ല, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത വണ്ടി മനസ്സിലായി, പ്രശ്നമില്ല. അതുമല്ല, ഞാൻ നമ്മുടെ ശ്രീനികേതനിലെ ഗോപകുമാർ സാറുണ്ട്, എൻ്റെ ഫ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സാറിനെ കണ്ടപ്പോൾ സാറിനോട് ഒരു കാര്യം പറഞ്ഞു, ക്ലൈവേ, നമ്മൾ അഗ്രഷൻ നമുക്ക് നല്ലതാണ്, പക്ഷെ ആ അഗ്രഷൻ ഇച്ചിരി കുറയ്ക്കുക. നമുക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലൈവ് ഒരു 4 വണ്ടി എടുത്തു, അതിൻ്റെ ഫിനാൻസ് ഓൾമോസ്റ്റ് തീരാറാകുമ്പം ഒരു 2 വണ്ടി എടുക്കുക. എപ്പോഴും നമുക്ക് പുള്ളിയുടെ ഒരു സ്ട്രാറ്റജി പ്രകാരം 50% ഫിനാൻസ് ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മേഖല ഓടിച്ചു. അത് പുള്ളി പറഞ്ഞത് വളരെ വളരെ കറക്റ്റ് ആണ്. അത് നമ്മളിപ്പം ഈ വലിയ ഫ്ലീറ്റ് ഓണേഴ്സ് എല്ലാം ചെയ്യുന്ന പരിപാടി ഇതാണ്. കാരണം വെച്ചാൽ ഇപ്പം 10 വണ്ടി വരെ എത്താനാണ് പാട്. ഈ 10 വണ്ടി അങ്ങോട്ട് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. അതെ അതെ അതെ. പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി പോവാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഓടിപ്പോക്കോളും. അതെ അതെ, ഒരു ഓട്ടോമാറ്റിക് മെഷീൻ പോലെ അങ്ങ് പൊക്കോളും. ഈ ആദ്യത്തെ ഒരു വണ്ടി എടുത്തു വെടിയും പുകയും പോലെ 2-3 വണ്ടി എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് ഭയങ്കര സീനാണ്. ഫിനാൻസുകാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ പലർക്കും ഭയങ്കര പാടാ ഫിനാൻസ് കിട്ടാൻ. അതെ അതെ അതെ. അത് ആ ഒരു ബൂം കഴിഞ്ഞ പിന്നെ ഇപ്പം പലരും നമ്മളോട് വിളിക്കുമ്പോഴത്തേന് ഈ ഫിനാൻസ് കിട്ടുന്നില്ലാത്തതിന്റെ സീൻ പ്രശ്നങ്ങൾ. പക്ഷേ എന്നിട്ടും അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുക്കുന്നുണ്ട്. കാരണം വിഷ്ണു അതും ചില ഫിനാൻസുകാര് ഇതൊരു താപ്പാക്കി എടുത്തേക്കുക. 12%-നും 13%-നും കൊടുക്കുന്നത്. അപ്പം ഈ എടുക്കാൻ ആഗ്രഹം ഉള്ളത് കൊണ്ടും എനിക്കൊരു ബിസിനസ് ഓണർ ആവണം എന്നൊരു ആഗ്രഹം ഉള്ളത്
കൊണ്ടും ആൾക്കാർ അതിനകത്ത് പോയി വീഴുന്നുണ്ട്. അങ്ങനെയാണ് പെട്ടുപോകുന്നത്. എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയുണ്ട്. പുള്ളി പറഞ്ഞ പെരുമ്പാവൂർ മാർക്കറ്റിൽ നിന്ന് മാത്രം ഏകദേശം 19 വണ്ടിയാണ് ഫിനാൻസ് പിടിച്ചേക്കുന്നത് കഴിഞ്ഞ 3 മാസം കൊണ്ട്. 80 വണ്ടിയിൽ ഒരുമിച്ചൊക്കെ ഫിനാൻസ് പിടിച്ച് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പൊന്നെ, പിന്നെ പയ്യെ പയ്യെ പോവുക, അത്രമാത്രം. അത്രേ ഉള്ളൂ. കാര്യം വെച്ചാൽ ഈ നമ്മള് എല്ലാരും വിചാരിക്കുന്ന പോലെ ഈ അക്കരപ്പച്ച പോലെ തന്നെ. അതെ അതെ, നമുക്ക് എപ്പോഴും അക്കരപ്പച്ചയാണ്. അക്കരപ്പച്ചയാണ്. ഇപ്പം പലരോടും നമ്മളീ പറഞ്ഞ പോലെ വലിയപ്പം വലിയ ആൾക്കാരാണെന്ന് പോലും പലരും പറയുമോ നമുക്കത് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുനിന്ന് വണ്ടി വിളിച്ച് ഓടുന്ന ഇപ്പോഴും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എത്രയോ വലിയ വലിയ ആൾക്കാർ 10, 30, 40 വണ്ടി എടുത്ത് പെട്ടെന്ന് പൊലിഞ്ഞു പോയ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. അത് ഈ അഗ്രഷൻ ഞാൻ പൊതുവെച്ചിട്ട് അഗ്രസീവ്. അപ്പൊ പപ്പ എന്നോട് എപ്പോഴും പറയാറുണ്ട്, പയ്യെ പയ്യെ ചെയ്യാം. അതും ഇപ്പോഴും ഞാൻ പപ്പ എടുത്ത് ചോദിക്കും. അപ്പൊ ഞാൻ വണ്ടി പ്രശ്നം ഞാൻ എടുത്തത് സത്യം പറഞ്ഞാൽ പപ്പനോട് പറയാതെ എടുത്തേ. ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ 4 വണ്ടി എടുത്ത് നീയായി നിന്റെ വാടായിന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇല്ലടാ നീ നോക്ക്. പക്ഷെ ഞാൻ ഇച്ചിരി അഗ്രഷൻ കുറയ്ക്കാനാ പറഞ്ഞത്. പയ്യെ എടുത്തിട്ട് പോവാം. കാരണം നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു 4 വണ്ടി ഒരുമിച്ച് ഇടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 10 ടയർ ഒരുമിച്ച് പൊട്ടിയാൽ മതി, നമ്മളുടെ പ്രശ്നങ്ങളാണ്. അതെ അതെ. അപ്പൊ പയ്യെ ഫിനാൻസ് തീർത്ത് അതും നോക്കിയും കണ്ടും പോവുക എന്നുള്ളത് വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ്. നമ്മളതിനകത്ത് ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണ് വിഷയം. നമ്മളതിനകത്ത് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ഇറങ്ങി നിൽക്കുക. എന്നാലും മാസം അവസാനം ആകുമ്പോൾ ചിലപ്പോൾ കിടന്ന് നമ്മൾ കഷ്ടപ്പെടും. നമ്മൾ എത്രത്തോളം അതിനകത്ത് ഫോക്കസ് കൊടുക്കുക എന്നുള്ളതിനകത്താണ് അതിനകത്ത് ബാക്കി കാര്യങ്ങൾ. EMI മുടങ്ങാതിരിക്കുക എന്നുള്ളത് ഇതിനകത്തൊരു വലിയ ഫാക്ടറാണ്. എന്ത് സംഭവിച്ചാലും EMI കറക്റ്റായിട്ട് പോകണം. കാരണം എന്നാലേ നമുക്ക് മുമ്പോട്ടൊരു ഗ്രോത്ത് ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കടം മേടിച്ച് EMI അടിച്ച് അങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ കാര്യമില്ല. എന്ന് നിർത്തണം എന്നറിയുന്നത്, എന്ന് തുടങ്ങുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എവിടെ നിർത്തണം എന്നറിയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഓരോ മാസവും കഴിയുമ്പോൾ ഓക്കെ അടുത്ത മാസം കുറച്ച് കിട്ടുമായിരിക്കും. അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പലപ്പോഴും വണ്ടി എടുക്കാൻ വരുന്ന ആളുകളോട് എപ്പോഴും പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങളൊരു മാസം ഏതെങ്കിലും ഒരു വണ്ടിയിലൊന്ന് ചുമ്മാ കൂടി ഒന്ന് ഇരുന്നാൽ മതി. വണ്ടി നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ചേട്ടാ പിന്നെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, 2 ഡ്രൈവർ സെറ്റ് ആയിട്ടുണ്ട്, അവർ നോക്കിക്കോളും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ എങ്ങനെ ഏതാ എവിടെ ഒന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് മാർക്കറ്റിൽ എന്തോരം കള്ളത്തരങ്ങളാണ് അറിയാം നടക്കുന്നത്. ബ്രോക്കർമാരും ഡ്രൈവർമാരും പലതും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭയങ്കര വിഷയമാണ്. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുക, ഇതിന്റെ കൂടെ നിൽക്കുക, വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടുക. അത് മേളിലിരിക്കുന്നതിന്റെ കയ്യിലാണ്. നമ്മളുടെ നേരെ ആരെയൊക്കെ പുള്ളി അയച്ചു പറഞ്ഞു വിടുന്ന കാര്യം മനസ്സിലായി. അപ്പം അത് ഭയങ്കര വലിയൊരു കാര്യം. നല്ല മേഖലയാണ് ട്രക്കിംഗ്. എപ്പോഴും നല്ലൊരു മേഖലയാണ്. കാരണം ട്രക്കിംഗ് ഇല്ലാതെ ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഭയങ്കര നല്ല മേഖലയാണ്. ഞാൻ അതുപോലെ തന്നെ അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന പോലെ, ഞാൻ ഇതുപോലെ ടാറ്റയുടെ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഇവിടെയുള്ള ഈ ഒരു 10 വീല് സെഗ്മെൻറ്റ് തൊട്ട് ഒരു 14 വീല് സെഗ്മെൻറ്റ് വരെയുള്ളതെല്ലാം പൂർണ്ണമായിട്ട് നിൽക്കാൻ പോകുന്നു. അതിപ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിൽ കാണാം. എന്നതിന് ശേഷം ഒരു ഹബ്ബ് വന്നിട്ട് ഹബ്ബിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വലിയ താമസമില്ലാതെ എല്ലാ സ്റ്റേറ്റും ശരിക്കും പറഞ്ഞ. പക്ഷേ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ളൊരു സ്റ്റേറ്റസിൽ നിന്ന് മാറി ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ള സ്റ്റേറ്റസിലേക്ക് അധികം താമസിയാതെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് കയറും. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്തായാലും വരും. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഹബ്ബിൽ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ പുതിയ ട്രക്ക് എടുക്കുന്നവർക്ക് നല്ല ഉപകാരവും അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് വരും എന്നുള്ള രീതിയിൽ കുറെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. കുറെ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ട്രക്ക് പോയി കഴിഞ്ഞാൽ പോയി. ഇന്ന് നമുക്ക് GPS-ന്റെ സഹായം എല്ലാം ഉണ്ട്. അതുപോലെ ക്യാമറ വെച്ച് നമുക്ക് ഫുൾ വിഷ്വൽ ലൈവായിട്ട് നമുക്ക് കാണാനുള്ള ഓപ്ഷൻ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വരാൻ പോകുന്നത് ഒരു പടി മുമ്പെങ്കിലും നമുക്ക് കാണാൻ പറ്റി, പ്രൊഡിക്റ്റ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് മാറാൻ പറ്റിയാൽ വളരെ എളുപ്പമാണ്. നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. മനസ്സിലായി. ഞാൻ പലപ്പോഴും പല സ്റ്റേറ്റിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ ഇങ്ങനത്തെ വലിയ ടീംസിനോടൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്തത്. അപ്പം അവർ പറഞ്ഞ കാര്യമാണ്, ആദ്യം കേരളം ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കേരളത്തിൽ ആദ്യം ചെയ്താൽ ബാക്കി എല്ലാ സ്റ്റേറ്റും ചെയ്തോളും. അത് പൊതുവെ അങ്ങനെയാണല്ലോ. കേരളത്തിൽ നമ്മൾ പയറ്റി തെളിഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും നമുക്ക് രക്ഷപ്പെടാം. അപ്പം അവർ പറഞ്ഞു, ഇപ്പൊ ഗവൺമെന്റ് ഒരു സംഭവം സെറ്റ് ആക്കുവാണെങ്കിൽ ആദ്യം കേരളത്തിൽ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തോടും പോകുന്ന. ഇപ്പൊ ഈ ട്രക്ക് ബോഡി കോഡ് പോലും ഏറ്റവും ആദ്യമേ ഇംപ്ലിമെന്റ് എടുത്തത് അഡാപ്റ്റ് ചെയ്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. ഇപ്പോഴും നമ്മുടെ തന്നെ കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കര അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കര റേഞ്ചിലാണ്. അതെ. അപ്പം അങ്ങനെ നിൽക്കുന്നത്. അപ്പം ട്രക്ക് ഇത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഇനി നമുക്ക് കുറച്ച് വീണ്ടും പേഴ്സണൽ കുറച്ച് വണ്ടിപ്രാന്തിലേക്ക് ഏതാണ് ഇപ്പം കാർ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ കാർ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ തുടങ്ങിയത് സ്വിഫ്റ്റിന്നാ.
ഇന്നും എൻ്റെ ഫേവറേറ്റ് കാറ് എൻ്റെ സ്വിഫ്റ്റ് ആണ്. ഇപ്പോഴും ഉണ്ടോ വണ്ടി? ഇല്ല, അത് കൊടുത്തു. മമ്മിയുടെ നിർബന്ധമായിരുന്നു അത് കൊടുത്ത്. പക്ഷെ മമ്മിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. മമ്മിക്ക് അങ്ങനെ വണ്ടി പ്രാന്ത് ഇല്ലാത്ത കൊടുത്തില്ല. പക്ഷെ കുറച്ചാൾ മമ്മി എന്നോട് പറഞ്ഞു, എടാ അത് കൊടുക്കണ്ടായിരുന്നടാ നമുക്ക്. ഇന്നും എൻ്റെ ഫേവറേറ്റ് ഒരു നീല കളർ ഒരു സ്വിഫ്റ്റ്. അതിനുശേഷം ഞാനൊരു ഓഡി കാർ യൂസ് ചെയ്തു, പിന്നീട് ഒരു ജാഗ്വാർ യൂസ് ചെയ്തു, ഇപ്പം BMW ഒരു 3 Series ഗ്രാൻഡ് ലിമോ എന്ന് പറയുന്ന വണ്ടിയാണ് യൂസ് ചെയ്തത്. നല്ല വണ്ടിയാട്ടോ, നല്ല വണ്ടിയാണ്. പക്ഷെ നമുക്ക് ആ സ്വിഫ്റ്റില് ക്ലച്ച് ഇട്ട് സെക്കൻഡ് ഗിയർ, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ഇട്ട് പോകുന്ന ഒരു ഫീൽ ഇല്ലേ, അതിനകത്ത് കിട്ടില്ല. അത് എസ്പെഷ്യലി നമുക്കൊരു ഹില്ലി ടെറൈനിലേക്കൊക്കെ പോകുമ്പോൾ ഇത് കാല് ചവിട്ടിയാ വണ്ടി കയറി പോകും. പക്ഷെ നമ്മളുടെ കയ്യിലാണ് ആ ഒരു ഫീൽ ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷെ വണ്ടി കംഫർട്ടബിൾ ആണ്. പിന്നെ പ്രായമായി തുടങ്ങിയല്ലോ ഇഷ്ടം. പിള്ളേർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതാണ്. പിന്നെ നമ്മള് ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി ഏതാണെന്നുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഇപ്പോഴും ഞാൻ വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ ഞാൻ റെന്റ് എടുക്കും, സ്വിഫ്റ്റ് റെന്റ് എടുക്കും. പിന്നെ ഉറപ്പായിട്ടും അത് ഗിയറുള്ളത് കിട്ടാൻ പക്ഷേ ഇപ്പൊ ഭയങ്കര മതി. എല്ലാവരും ഓട്ടോമാറ്റിക്കിലേക്ക് മാറിക്കൊണ്ടു. എനിക്കിപ്പോഴും ഗിയറുള്ള വണ്ടി ഉപയോഗിക്കുന്നത് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഈ 3 വണ്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഔഡി, ജാഗ്വാർ, BM? ഞാൻ ഔഡി എടുക്കുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരുപാട് വിറ്റോണ്ടിരുന്ന, അതായത് കൂടുതൽ സെല് ചെയ്തോണ്ടിരുന്ന A4 ആയിരുന്നു. കാരണം അന്ന് ബെൻസ് ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സമയമായിരുന്നു അത്. അതായത് ഇന്നോവേഷൻ ഒന്നും കൊണ്ടുവരില്ല, എന്റെ മോഡൽ ഇതാണ്, അത് അംബാസഡറിന്റെ ഒരു കോൺസെപ്റ്റ്, ഞാനിത് നിനക്ക് വേണേ മേടിച്ചാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ്. BM അന്ന് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അപ്പൊ അന്ന് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വണ്ടി ഓടിയായിരുന്നു, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ വണ്ടി. നമുക്ക് ഫോക്സ്വാഗൻ ആ ഒരു റേഞ്ച് നിൽക്കുന്ന സാധനം ഭയങ്കര കംഫർട്ടബിൾ. അത് കഴിഞ്ഞ് ഞാൻ ജാഗ്വാറിലേക്ക് മാറി. ഇത് ഇച്ചിരി കോൺട്രവേഴ്സി ആയാലും കുഴപ്പമില്ല, ഒന്നിനും കൊള്ളാത്ത വണ്ടിയാണ്. ഒന്നിനും കൊള്ളാന്ന് പറഞ്ഞാൽ അതിന് എന്നും പനിയും ജലദോഷമായിരുന്നു. അത് സർവീസ് സെന്ററിൽ നിന്ന് ഇറങ്ങിയ ഒരു സമയമില്ല. അവസാനം അവിടുത്തെ പയ്യനോട് പറഞ്ഞു, സാർ ഇത് ശരിക്കും ഇന്ത്യൻ റോഡിന് പറ്റിയ വണ്ടിയല്ല. ഞാൻ എന്തിനാ പോലെ പിന്നെ ഇത് ഇന്ത്യയിൽ വിൽക്കുന്നത്, ഇതെന്നാ പിന്നെ യൂറോപ്പിൽ വെച്ചാൽ പോലെ. അയ്യോ, അത് തലേന്ന് ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ അതൊരു സ്റ്റേറ്റസ് സിമ്പിൾ ആയിട്ട് നമുക്കുണ്ട്, കാരണം വണ്ടി വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ എന്റെ ഫ്രണ്ട് ജയിജനുണ്ട്, പാർട്ട്ണറും കൂടി. അപ്പൊ അവൻ പറയാം, അല്ല അതുകൊണ്ടാ കുറച്ചുള്ളേ, കാരണം ഇവരോട് ആരും പോയി എടുക്കില്ല, നിന്നെ പോലത്തെ ആരെങ്കിലൊക്കെ പോയി എടുക്കുള്ളൂ ഈ വണ്ടി. അപ്പൊ അത് തലേന്ന് ഒഴിവാക്കിയത്. BM സൂപ്പർ. അതെ, ഡ്രൈവേഴ്സ് കാർ. ഞാൻ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. ഞാൻ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ സ്ഥിരം ഡ്രൈവ് ചെയ്യുന്നു. ഇറ്റ്സ് വെരി നൈസ്. അതിനകത്ത് 80 കഴിയുമ്പോൾ ഒരു കിണിങ്ങും 120 കഴിയുമ്പോൾ കണ്ടിന്യൂസ് ഒരു ബെല്ലടി ഒഴിച്ചാലും വേറൊരു കുഴപ്പമില്ല. അത് കാരണം ഞാനിപ്പം പോകുന്ന സമയത്ത് അത് മാറ്റാം, നമുക്ക് കോടിയത് മാറ്റാമല്ലോ. പക്ഷെ മാറ്റിക്കഴിഞ്ഞാലും പിന്നെ അടുത്ത സർവീസിന് ചെല്ലുമ്പോൾ പിന്നെ അത് തിരിച്ചു വരും. അതൊഴിച്ചാൽ വേറെ ആ വണ്ടിക്ക് വേറൊരു കുഴപ്പം. ഭയങ്കര കംഫർട്ടബിൾ ആണ് വണ്ടി ഭയങ്കര കംഫർട്ടബിൾ. നമ്മുടെ ജോസങ്ങളുടെ വണ്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിലോ, പപ്പ ഏറ്റവും ആദ്യമേ പപ്പ ഉപയോഗിച്ചിരുന്നൊരു ബുള്ളറ്റാ. അതിൽ നിന്ന് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു സെൻ എടുത്തു. അപ്പം ഭയങ്കര ആഗ്രഹിച്ചെടുത്തൊരു സെന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം ഒരു ടാറ്റ സഫാരി എടുത്തു. സഫാരി പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്റെ നിർബന്ധം കൊണ്ട് പപ്പ ഒരു അക്കോർഡ് എടുത്തു. അക്കോർഡ് ഇപ്പോഴും ഉണ്ട്, അനിയൻ ഉപയോഗിക്കുന്നുണ്ട്. അടിപൊളി. പക്ഷെ അതിനെ കെട്ടുവളന്ന് വിളിക്കുന്നത്, കാരണം അമ്പൊന്നും ചാടി പോകില്ല, അതിങ്ങനെ നീന്തിയേ പോകുള്ളൂ. പിന്നീട് പപ്പ ഒരു Q5 എടുത്തു. അതിപ്പോഴും പപ്പ കൊണ്ടു നടക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടം. റീസെന്റ് ഒരു ഇന്നോവ എടുത്തു, അത് കിട്ടിയ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കും അതിന്റെ പുറകിലിരുന്ന് യാത്രയിലാണ് കൂടുതൽ ഇഷ്ടം. ഭയങ്കര കംഫർട്ടബിൾ. ലോങ്ങൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലിരിക്കാൻ വേണ്ടി പിടിയാ, ആരാണെങ്കിലും അതിന്റെ പുറകിലിരുന്നാ മതി. പക്ഷെ പപ്പ അതോടെ വണ്ടി പരിപാടി, ഇനി ഞാൻ വണ്ടിയൊന്നും ഇല്ല, ഇനി നിങ്ങളുടെ വാടക ഞാൻ റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളതിലേക്ക് പോയി. ക്ലൈവേട്ടം പറ്റി തെളിഞ്ഞതല്ലോ വണ്ടിയാണോ? സ്വിഫ്റ്റ്. പിന്നെ ഈ സെന്ന് ഇത് ആ റേഞ്ചിലേക്കൊന്നും അല്ല, അങ്ങനെ. അത് സഫാരി. പപ്പയുടെ എനിക്ക് ആദ്യമേ കയ്യിൽ കിട്ടുന്ന വണ്ടി സഫാരി. സെന്നിൽ ഗിയർ മാറ്റാൻ മാത്രമേ സംഭവിക്കുള്ളൂ. സൈഡിലിരിക്കും, ഗിയർ മാറ്റിക്കോളാൻ പറയും. അപ്പൊ ക്ലച്ച് തൊട്ട് ഞാൻ ഗിയർ മാറ്റും. സഫാരി എത്തിയപ്പോഴേക്കും അത്യാവശ്യം വണ്ടി ഓടിക്കാൻ പിന്നെ അറിയാം. പപ്പയ്ക്ക് പിന്നെ വണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റാ. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി മമ്മി എപ്പോൾ പറയും, എടാ നിങ്ങളെക്കാൾ ചിലപ്പോൾ ഒരു പടി മേളിലായിരിക്കും നിങ്ങൾ ആ വണ്ടികളെ സ്നേഹിക്കുന്നതെന്ന് പറയും. കാരണം പുള്ളിനെ ഇവിടെ വരെ എത്തിച്ചത് ആ വണ്ടികളാണ്. വണ്ടി അങ്ങനെ നോക്കിയില്ലേ വണ്ടി തരില്ല, എനിക്കിപ്പോഴും തരില്ല. പുള്ളിയുടെ വണ്ടി എനിക്ക് തരില്ല. വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാത്തതുകൊണ്ടല്ല, ഞാൻ സിഗരറ്റ് വലിക്കും. ഞാൻ വണ്ടിക്കകത്ത് സിഗരറ്റ് എടാ നിനക്ക് വണ്ടി വേണോ, ഞാൻ റെന്റിനെടുത്ത് ഞാൻ പൈസ കൊടുത്തോളാം, പക്ഷെ എനിക്ക് ആ വണ്ടി അനിയനും കൊടുക്കും. ആ വണ്ടി നല്ല സൂപ്പർ. ഞാൻ വണ്ടി നല്ല അടിപൊളിയായിട്ട് നോക്കും, പക്ഷെ എനിക്ക് സിഗരറ്റ് വലി ഇച്ചിരി പ്രശ്നമുള്ളത് ഞാൻ വലിക്കുന്ന എനിക്ക് തരത്തില്ല. ഈ സഫാരിയുടെ കാര്യം പറഞ്ഞു, സഫാരിയിലായിരുന്നോ മറ്റേ പൊളിക്കുന്ന ടൈം എല്ലാം മെയിൻ ആയിട്ടുണ്ടായിരുന്നു? പക്ഷെ സഫാരിയിൽ പൊളിച്ചതിനാണ് പിന്നെ എനിക്ക് കുറച്ച് നാളത്തേക്ക് വണ്ടി ഇല്ലായിരുന്നു. സൈഡ് ചേർന്ന് തട്ടിച്ചായിരുന്നു, അതോടെ എല്ലാ അതിനകത്ത് ബാറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു വണ്ടിക്ക്.
ഓടിക്കാത്ത. അങ്ങനെയാണ് സ്വിഫ്റ്റ് എടുത്ത് തരുന്നത്. ഇത് നീ സമാധാനത്തിൽ ഓടിച്ചുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞുകൊണ്ട് സ്വിഫ്റ്റ് എടുത്ത് തരുന്നത്. സഫാരി പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പറയുക, അപ്പം ഈ സഫാരിക്ക് ഭയങ്കര ചാട്ടമാണല്ലോ ബൈക്കില്. അപ്പം അവന് ഇതുപോലെ പറഞ്ഞു, അവന്റെ അച്ഛനാണ് ഇതൊരു 2 ചാക്ക് മണ്ണ് നിറച്ച് ഏറ്റവും ബാക്കി പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ എതുവഴി വേണേലും അങ്ങനത്തെ ഒരു അടിപൊളി വണ്ടിയായിരുന്നു ടാറ്റ സഫാരി. അടിപൊളി. ഇന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു വീണ്ടും പിന്നെ അവർക്ക് മാർക്കറ്റിലേക്ക് വരാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പുതിയ സഫാരിക്ക് എൻ്റെ വ്യത്യാസമാണല്ലോ, പഴയതായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പഴയത് അടിപൊളിയായിരുന്നു, അത് പുലിയായിരുന്നു ആക്ച്വലി. അതാ സഫാരി ഈ പറയുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചില സമയത്ത് ഒരു വലി കിട്ടത്തില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ട് പപ്പ ഞങ്ങളെയൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ ക്ലച്ച് ഡിസ്കിന്റെ അതെ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ബാക്കി വേറെ വണ്ടിക്കൊന്നും വണ്ടി ലുക്കുമായിരുന്നു, അടിപൊളി ലുക്കായിരുന്നു. സഫാരി ടയേഴ്സ് ഒക്കെ അങ്ങോട്ട് അപ്സൈസ് ചെയ്ത് അതെ വണ്ടി വരുന്ന ഒരു വരവ് പിന്നെ ഒരു മാരക ലുക്കാണ്. ഒരു ഡോൺ വന്നിറങ്ങുന്ന കിട്ടുന്ന അന്യായ സാധനം. അത് രസമെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ചവിട്ടുമ്പോഴത്തേനൊന്നും അതിന്റെ സസ്പെൻഷൻ അങ്ങനത്തെ ഒരു സസ്പെൻഷൻ ആയിരുന്നു. അതെ, നല്ല വണ്ടിയായിരുന്നു. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വണ്ടി എന്ന് പറയാനായിട്ട്. നമുക്ക് പിന്നെ ഭയങ്കര ലക്ഷറി ആയി പോയില്ല വിഷ്ണു. ഇന്നിപ്പോ നമുക്ക് ആ റേഞ്ചിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഇല്ലല്ലോ. നല്ല വണ്ടി കൊടുക്കണമെങ്കിൽ ഭയങ്കര പൈസ കൊടുക്കണം. പിന്നെ ഞാൻ ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ പിള്ളേരൊക്കെ ആയി വരുമല്ലേ, അപ്പൊ അത് കാരണം കാറിലേക്ക് സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചുണ്ട്, കൂടുതൽ ട്രക്കുകളിലേക്കാണ് സ്പെൻഡ് ചെയ്യുന്നത്. പിള്ളേരായതും ട്രക്ക് സ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. പുള്ളിയുടെ ബുക്ക് എനിക്ക് പൊതുവെ വായനാശീലമില്ല. അപ്പൊ ഈസ്റ്റേണിന്റെ ചെയർമാൻ ഉണ്ട്, നവാസ് മീരാൻ സാർ. സാറാ പറയുന്ന ബുക്ക് വായിക്കണം, നമുക്ക് അറിവ് ഉറപ്പായിട്ടും വേണമല്ലോ. അപ്പം നമുക്കൊരു അറിവുണ്ട്, നമുക്കൊരു സ്കില്ലുണ്ട്, പക്ഷെ അത് വളരണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതൽ വായിക്കണം. അപ്പൊ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓഡിയോ ബുക്സ് കേൾക്കും. അപ്പൊ അങ്ങനെ കേട്ടോ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ഒരു ബുക്ക്. അപ്പം പുള്ളിയുടെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഇത് കുറച്ച് മുമ്പ് ഞാൻ എന്തുകൊണ്ട് വായിച്ചില്ല. ബേസിക്കലി പുള്ളി പറയുന്ന കോൺസെപ്റ്റ്, നമ്മൾ റിട്ടേൺ തരുന്ന അസറ്റുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ കാറ് നമുക്കൊരു ആഡംബരമാണത്, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടു എനിക്കൊരു BMW ഉണ്ടെന്ന് പറയാന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പം പിള്ളേരുടെ പേരിലോ വൈഫിന്റെ പേരിലോ നമ്മൾ സിപ്പോ മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ നമുക്ക് റിട്ടേൺ തരുന്ന നമ്മളുടെ ട്രക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ കൂടെ നടക്കുക. അതിലേക്ക് ആ ഒരു കോൺസെപ്റ്റിലേക്ക് പറയാതിന്റെ ഞാനിടയ്ക്ക് ഇൻഡോവിഷൻ ഞാൻ ഈയിടെ കപ്പ കൾച്ചറിന് പോയായിരുന്നു. അപ്പോൾ കപ്പ കൾച്ചറിന് പോയിട്ട് എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. ഞാനിങ്ങനെ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലേ മാറിയോ, ഞാൻ മാറിയോന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പറ്റത്തില്ല. 11 മണി ആയപ്പോൾ ആലോചിക്കാതെ ഇപ്പൊ വീട്ടിൽ പോകാൻ സമയം അല്ലെ നിർത്തുന്നില്ലല്ലോ. തന്തവൈ പഠിച്ചു തുടങ്ങി നല്ലോണം. പക്ഷെ നല്ലതായിരുന്നു. തന്തവൈ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു മെച്ചൂരിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും നമ്മൾ എന്തായാലും അതിലേക്ക് മാറണം. എന്തെങ്കിലും ഒരു സമയത്ത് നമ്മൾ അതിനകത്തേക്ക് മാറണം. അപ്പം ഞാനിപ്പോൾ ആലോചിക്കും പപ്പയൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അന്ന് അത്രയും ഒന്നുമില്ലാതിരുന്ന സമയത്ത് നമുക്ക് വേണ്ടി തരാൻ വേണ്ടിയിട്ട് പുള്ളിയൊക്കെ എന്തോരം എത്ര നേരത്തെ തന്തവൈ പഠിച്ചിട്ടുണ്ടാവും. പുള്ളിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-28 വയസ്സിൽ പുള്ളിക്കൊക്കെ തന്തവൈ പഠിച്ചിട്ടുണ്ടാവും. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് എത്തണം. നിങ്ങളൊരു കല്യാണം കഴിക്കാൻ പറയാ. തീർച്ചയായിട്ടും. അല്ല, ഇത് കണ്ടിട്ടില്ലാത്ത ഒത്തിരി പേര് കാണും നമ്മുടെ ജോസങ്ങളായിട്ട്. അത് പപ്പയായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അത് ഒന്ന് എടുത്ത് കാണണം. ഒരു രക്ഷയില്ലാത്ത ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ പുള്ളിക്ക് ഇപ്പോഴും പുള്ളിയുടെ എത്ര മണിക്കൂറുകൾ നമുക്ക് സംസാരിക്കാം. എന്തിങ്ങനെ പറഞ്ഞു കഥകളായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേ ആക്ച്വലി. നോക്കട്ടെ എപ്പോഴെങ്കിലും പോഡ്കാസ്റ്റ് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പം ക്ലൈവേട്ട ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മളുടെ പുതിയ സംരംഭം, അതായത് നമ്മുടെ ഷെയർ ഓട്ടോക്രാഫ്റ്റ് ഒരു ഇന്ത്യൻ ജർമ്മൻ ജർമ്മൻ ഹെവി എന്നാണ് അതിന്റെ അർത്ഥം. ഹെവി ഓട്ടോക്രാഫ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ജർമ്മൻകാർ വിചാരിച്ചോട്ടെ അവരുടെ കമ്പനിയാണ്, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ കമ്പനിയാണെന്നും എന്നാൽ ഇന്ത്യയുടെ റൂട്ട്സ് നമുക്ക് ഉറപ്പായിട്ടും. അപ്പൊ എസെൻഷ്യലി നമ്മൾ തുടങ്ങിയേക്കുന്നത് കുറച്ചും കൂടി നേരത്തെ വിഷ്ണുനോട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നോവേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പോൾ കൂടുതൽ മെഷീൻസിലേക്ക് സപ്പോർട്ട് എടുക്കുക. അതായത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടണം, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി കിട്ടണം, ആൾക്കാർക്ക് കൂടുതൽ വർക്ക് ലോഡ് വരാതിരിക്കാം. ഇപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവും പകലിൽ നിന്ന് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിയാകുമ്പോൾ എല്ലാവർക്കും നിർത്തി വീട്ടിൽ പോകാൻ പറ്റണം. അതിനുശേഷം ആർക്കും വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരരുത്. നേരത്തെ ആരോടും പറഞ്ഞിട്ടില്ല ഇന്നവർ വർക്ക് ചെയ്യാൻ, പക്ഷെ അവരുടെ ആത്മാർത്ഥം കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസും ടൈമും ഒക്കെ വേണം. അപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കുറഞ്ഞ സമയം കൊണ്ട് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. കൂടുതലും ഞങ്ങളുടെ പ്രൊഡക്ഷൻ ലൈനിലേക്ക് മാറി. ഒരു ദിവസം ഒരു വണ്ടി ഔട്ട്പുട്ടാണ്. അതായത് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ വന്ന് പ്രീ പ്രൊഡക്ഷൻ തീർത്ത്, അന്ന് നമ്മളെന്ന് പറഞ്ഞാൽ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ തീർത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. പല പല ബേകളിൽ വണ്ടി പാർക്ക് ചെയ്തിടും.
എന്നിട്ട് അതിനകത്ത് പല പല ആൾക്കാർ പല പല കോൺട്രാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രോപ്പർ ഒരു പ്രൊഡക്ഷൻ ലൈനിലേക്ക് മാറി. പ്രീ അസംബ്ലി ചെയ്യുന്ന ആൾ പ്രീ അസംബ്ലി മാത്രമേ ചെയ്യുള്ളൂ, വെൽഡിങ് ചെയ്യുന്ന ആൾ വെൽഡിങ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് ഒരു 4 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബേ കൊടുത്ത് അതിങ്ങനെ വണ്ടി കണ്ടിന്യൂസ് മൂവ് ചെയ്ത് പോകും. അതായത് നമ്മളിപ്പം ടാറ്റയിലൊക്കെ പോകുമ്പോഴത്തേന് എക്സാക്ട്ലി അത് തന്നെ പെയിന്റിങ്. അപ്പം പ്രീ പ്രൊഡക്ഷനിൽ കഴിഞ്ഞ് സാധനങ്ങളെല്ലാം നേരത്തെ റെഡിയാക്കി വെക്കും. ഇനീഷ്യൽ അസംബ്ലി കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് ഫൈനൽ അസംബ്ലിയിലേക്ക് വന്ന് വെൽഡിങ് ഫിനിഷ് ചെയ്ത് അടുത്ത ലൈനിൽ ഗ്രൈൻഡിങ് ഫിനിഷ് ചെയ്ത് അതിൻ്റെ അടുത്ത ലൈനിൽ പെയിന്റ് ബൂത്തിനകത്തേക്ക് കയറി ഫൈനൽ പ്രൊഡക്ഷൻ ഔട്ടായിട്ട് പുറത്തേക്ക് വരും. ആ ഒരു അപ്പം എസെൻഷ്യലി നമുക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഇതിൽ പൊക്കോണ്ടിരിക്കുന്നത് 8 ദിവസം കൊണ്ട് ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. 8 ദിവസം കൊണ്ട് ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പം 14 ദിവസം എന്നാണ് നമ്മൾ കസ്റ്റമറോട് പറയാ, കാരണം 9ാമത്തെ ദിവസം ആകുമ്പോൾ തെരുവിളി കൊടുക്കുമല്ലോ. അപ്പോൾ 14 ദിവസം സേഫ്റ്റിക്ക് വേണ്ടി പറയും. പക്ഷെ ആക്ച്വലി 8 ദിവസത്തിൽ നമുക്കൊരു വണ്ടി കഴിയും. നമ്മളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളത് 1 വർഷം കൊണ്ട് 2 ദിവസത്തിൽ ഒരു വണ്ടി തീരണം. അതായത് നമ്മൾ നേരത്തെ തന്നെ ബോഡി മാർക്കറ്റിൽ കൂടുതൽ ഏതാണോ റിക്വയർമെന്റ് ഉള്ളത് അതനുസരിച്ചിട്ട് ബോഡി നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കും. വന്ന് കയറ്റി നമ്മൾ ഫിക്സ് ചെയ്ത് പുറത്തേക്ക് പോകാന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഒരു ദൈവം അനുഗ്രഹിച്ചാൽ 1 വർഷം കൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ. ഷ്വേർ ഓട്ടോക്രാഫ്റ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പരിചയമുള്ളവരൊക്കെ പറഞ്ഞുതരാം. ഇത് എത്ര ഏക്കറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്? നമ്മൾ 2 ഏക്കർ ഫെസിലിറ്റി, 15,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഫെസിലിറ്റി, പിന്നെ കുറച്ച് ലൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയ 15,000 നമ്മൾക്ക് അവിടെ 20,000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പഴയ ജോസ്കോ ഓട്ടോമൊബൈൽസ്. അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടെ സ്പേസ് കുറവ് മതി പ്രൊഡക്ഷൻ ലൈനിലേക്ക് മാറി. വണ്ടികൾ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുന്നു, അതാത് ദിവസം ആകുമ്പോഴേക്കും കറക്റ്റ് ആയിട്ട് അകത്തേക്ക് കയറി. അപ്പൊ കസ്റ്റമേഴ്സിന് നേരത്തെ അല്ലേ ഒരു ദിവസം നേരത്തെ വണ്ടി ഓടി തുടങ്ങി കഴിഞ്ഞാൽ ഫിനാൻസ് അത്ര നമുക്ക് കൂടുതലാണ് കയ്യിൽ നിന്ന് ഉപയോഗിക്കാതെ അടയ്ക്കാൻ പറ്റും. അപ്പൊ ആ ഒരു കോൺസെപ്റ്റിലേക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഏതായാലും ഇപ്പം ഓൾമോസ്റ്റ് എത്ര മണിക്കൂറായടാ? 1:24, 1.5 മണിക്കൂറോളം അത്യാവശ്യം നമ്മള് കത്തിവെച്ചു. ഓക്കെ. അപ്പം ക്ലൈവേട്ടാ, ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ പുതിയതായിട്ട് ഒരു ട്രക്ക് മേഖല അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു ക്ലൈവേറ്റിന് പറയാൻ പറ്റുന്ന ഒരു മേഖല കൂടുതലായിട്ടായിരിക്കും. എന്തായിരിക്കും അവരോട് പറയാനുള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വരുവാണ്. ഈ ബിസിനസ് മാത്രമല്ല, ഏത് ബിസിനസ് ആണെങ്കിലും നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ 110% ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് വേണം, 110% വേണം. ഫാമിലി ലൈഫ് കുറച്ച് നാളത്തേക്കെങ്കിലും നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കേണ്ടി വരും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മൾ കാണുന്ന ആ സെയിം ഒരു വിഷൻ കാണാൻ പറ്റുന്ന, നമ്മളെപ്പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മളുടെ കൂടെ നിർത്തുക. പറ്റുമെങ്കിൽ നമ്മളെക്കാൾ കുറച്ചും കൂടി കഴിവുള്ള ആൾക്കാരെ നമ്മളുടെ കൂടെ നിർത്തുക. ബാക്കി പിന്നെ കർത്താവിൻ്റെ അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോകുക, അത്രേ ഉള്ളൂ. എല്ലാവരും വളരണം, എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു പോസിബിലിറ്റി ഇപ്പോൾ ഉള്ളൂ. ഒരാൾക്ക് ഒറ്റയ്ക്ക് വളരാനുള്ളൊരു പോസിബിലിറ്റി. അപ്പം എല്ലാവർക്കും നല്ലത് തരണേന്ന് പ്രാർത്ഥിക്കുക, കൂടെ എനിക്ക് നല്ലത് തരണേന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമ്മളുടെ ഒരു 1.5 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ക്ലൈവേട്ട, വളരെ വലിയൊരു താങ്ക്സ് നമ്മുടെ പോഡ്കാസ്റ്റ് ഒന്ന് ജോയിൻ ഇതുപോലൊരു കാര്യത്തിൽ വിളിച്ചതിനും ഒരുപാട് താങ്ക്സ്. ആക്ച്വലി ഒന്നുമല്ല, ആക്ച്വലി എന്നെ പോലത്തെ ഒരാളേക്ക് വിളിച്ചതിനകത്ത് കൊണ്ടുവന്ന് സംസാരിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സോ താങ്ക്ഫുൾ ആക്ച്വലി. ഓക്കെ. അപ്പം ക്ലൈവേട്ട, വളരെ വലിയൊരു താങ്ക്സ്. അപ്പം താങ്ക് യു സോ മച്ച്. ഇതെന്റെ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ അടിപൊളിയായിട്ട് വരട്ടെ വിഷ്ണു പോഡ്കാസ്റ്റ്. ഓക്കെ. അപ്പം ശരി.